ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡികോം MLT അക്കാദമി. കേരള PSC ലാബ് ടെക്നീഷ്യൻ എക്സാമിൻ്റെ സിലബസ് എന്ന് പറയുന്നത് അത്യാവശ്യം വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസാണ്. സോ ഇനി നമ്മളുടെ വീഡിയോസ് എന്ന് പറയുന്നത് ഈ സിലബസിൽ ഓരോ മൊഡ്യൂൾസും കവർ ചെയ്യുന്ന വീഡിയോസ് ആയിരിക്കും. സോ അത് റിലേറ്റഡ് ആയിട്ടുള്ള PYQസും. സോ മൊഡ്യൂൾ കവർ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ മൊഡ്യൂളും എടുക്കല്ല. PSC എക്സാം പോയിന്റിൽ നമ്മൾ ഓരോ മൊഡ്യൂളും ഡിസ്കസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ നമ്മൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഏരിയ എന്ന് പറയുന്നത് ബയോകെമിസ്ട്രിയാണ്. ബയോകെമിസ്ട്രിയിലെ ഫസ്റ്റ് മൊഡ്യൂളായിട്ടുള്ള കോമ്പോസിഷൻ ഓഫ് ഗ്ലാസ്, വെറൈറ്റി, ഗ്രേഡ്സ് ഓഫ് ഗ്ലാസ്, ക്ലീനിങ് ഓഫ് ഗ്ലാസ് വെയർ, അതുപോലെ തന്നെ കാലിബ്രേഷൻ ഓഫ് പ്രിപ്പറ്റ് എന്നുള്ള ഈ ഒരു മൊഡ്യൂളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇതിന് ശേഷമുള്ള വീഡിയോ എന്ന് പറയുന്നത് ഇത് റിലേറ്റഡ് ആയിട്ട് കേരള PSC ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഈ മൊഡ്യൂളിൽ കേരള PSC ചോദിച്ചിട്ടുള്ള PYQ ഡിസ്കഷനും ആയിരിക്കും. സോ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. സോ ഫസ്റ്റ് എന്താണ് ഗ്ലാസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗ്ലാസ് അതിൻ്റെ കോമ്പോസിഷനാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മൾ കോമൺലി കിച്ചണിലും അതുപോലെ ലാബിലൊക്കെ കാണുന്ന ഒരു മെറ്റീരിയലാണ് ഗ്ലാസ് എന്ന് പറയുന്നത് അല്ലേ. ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു ഹാർഡ്, ബ്രിട്ടിൽ, ട്രാൻസ്പാരൻറ്റോ അല്ലെങ്കിൽ ട്രാൻസ്ലൂസൻറ്റോ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഓക്കെ, നമ്മൾ കോമൺലി കാണുന്ന മെറ്റീരിയലാണ്. സോ അത് എവിടെ നിന്നാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് സിലിക്ക. അതിൻ്റെ പ്രൈമറി കമ്പോണൻറ്റ് എന്ന് പറയുന്നത് സിലിക്ക അല്ലെങ്കിൽ സാൻഡാണ്. അപ്പോൾ ബേസിക് കമ്പോണൻറ്റ് അല്ലെങ്കിൽ പ്രൈമറി കമ്പോണൻറ്റ് ഓഫ് ഗ്ലാസ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് സിലിക്ക എന്നുള്ളതാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, സിലിക്കയെന്നാണ് ഈ ഗ്ലാസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് സിലിക്ക മാത്രം അല്ലെങ്കിൽ സാൻഡ് മാത്രം ഉപയോഗിച്ച് നമുക്ക് ഗ്ലാസ് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല, അതിൽ കുറേ അധികം വേറെ കമ്പോണൻസും ഉണ്ട്. അപ്പോൾ ഗ്ലാസ്സിൽ എന്തൊക്കെ അല്ലെങ്കിൽ ഗ്ലാസ് ഉണ്ടാക്കാൻ ഏതൊക്കെ കമ്പോണൻസ് ആണ് വേണ്ടതിൽ അല്ലെങ്കിൽ അതിൻ്റെ കോമ്പോസിഷനാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, കോമ്പോസിഷൻ ഓഫ് ഗ്ലാസ്. ഫസ്റ്റ് ആൻഡ് പ്രൈമറി കമ്പോണൻസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സിലിക്കൺ ഡയോക്സൈഡ് ഓർ സിലിക്ക എന്ന് പറയുന്നതാണ് അതിൻ്റെ പ്രൈമറി കമ്പോണൻറ്റ് എന്ന് പറയുന്നത്. ഏകദേശം 60 to 80% ഗ്ലാസ്സിൽ സിലിക്കയാണ് ഉണ്ടാവുക. അപ്പോൾ സത്യം പറഞ്ഞാൽ ഗ്ലാസ്സിന് ആ ഒരു പ്രോപ്പർട്ടി, ഗ്ലാസ് എന്നുള്ള ഒരു ട്രാൻസ്പാരൻസി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഹാർഡ്നെസ്, ഗ്ലാസിൻ്റെ ആ ഒരു പ്രോപ്പർട്ടി കൊടുക്കുന്നത് ആരാണ്? യെസ്, ദാറ്റ് ഈസ് സിലിക്ക. ട്രാൻസ്പാരൻസിയും ഹാർഡ്നെസ്സും ഒക്കെ കൊടുക്കുന്നത് സിലിക്കയാണ്. ഓക്കെ, ഇനി സിലിക്ക മാത്രമാണോ? അല്ല, അടുത്ത കമ്പോണൻ്റ് ആണ് സോഡിയം കാർബണേറ്റ് എന്ന് പറയുന്നത്. ഏകദേശം 10 to 15% സോഡിയം കാർബണേറ്റ് അല്ലെങ്കിൽ നമുക്കതിന് എന്ത് പറയാം, സോഡ എന്ന് പറയാം അല്ലേ. സോഡ അതിലുണ്ടാവും. സോ അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്ലാസിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. മെൽറ്റിംഗ് പോയിൻറ്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അതിനെ ഹീറ്റ് ചെയ്തിട്ട് വേറെ ഷേപ്പിലേക്ക് മാറ്റാൻ പറ്റും. മെൽറ്റിംഗ് പോയിൻറ്റ് കൂടി കഴിഞ്ഞാൽ കുറേ ടെമ്പറേച്ചർ കൊടുക്കണം അതിനെ ഹീറ്റ് ചെയ്ത് മെൽറ്റ് ചെയ്ത് നമ്മൾ വേറെ ഷേപ്പിലേക്ക് മാറ്റാൻ. മെൽറ്റിംഗ് പോയിൻറ്റ് കുറച്ചാൽ നമുക്ക് ഈസി ആയിട്ട് മെൽറ്റ് ചെയ്തിട്ട് നമുക്ക് മറ്റൊരു ഷേപ്പിലേക്ക് അതിനെ മാറ്റാൻ പറ്റും. സോ ആ ഒരു ഫംഗ്ഷനാണ് സോഡിയം കാർബണേറ്റിനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കണ്ടന്റ് നോക്കാം. ദാറ്റ് ഈസ് കാൽഷ്യം ഓക്സൈഡ് ഓർ ലൈം. ഇതൊക്കെ നിങ്ങൾ വേറെ പേരുകൾ പഠിച്ചു വെക്കണേ. അപ്പോൾ നമ്മൾ ഇപ്പം പഠിച്ചു സിലിക്ക എന്ന് പറഞ്ഞാൽ സിലിക്കൺ ഡയോക്സൈഡ് ആണ്. അതേപോലെ തന്നെ സോഡ എന്ന് പറഞ്ഞാൽ സോഡിയം കാർബണേറ്റ് ആണ്. അതുപോലെ ലൈം എന്ന് പറഞ്ഞാൽ കാൽഷ്യം ഓക്സൈഡ് ആണ്. ഇതിൻ്റെ വേറെ പേരുകളും പഠിച്ചു വെക്കണം. സോ ആ ഒരു ഗ്ലാസ്സിന് ഡ്യൂറബിലിറ്റി കുറച്ചും കൂടി ഡ്യൂറബിൾ ആക്കുന്നതും കെമിക്കൽ റെസിസ്റ്റൻസ് കൊടുക്കുന്നത്, അത് അത്യാവശ്യം കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള കെമിക്കൽസ് ഒക്കെ ആഡ് ചെയ്താലും അത് പൊട്ടാതിരിക്കണം. അതേപോലെ കുറച്ച് കാലം അത് ഡ്യൂറബിൾ ആയിരിക്കണം. സോ ആ ഒരു പ്രോപ്പർട്ടീസ് കൊടുക്കുന്നത് ആരാണ്? കാൽഷ്യം ഓക്സൈഡ് ആണ്. ഡ്യൂറബിലിറ്റിയും കെമിക്കൽ റെസിസ്റ്റൻസും കൊടുക്കുന്നത് ആരാണ്? കാൽഷ്യം ഓക്സൈഡ് ആണ്. ഇനി അത് അല്ലാണ്ട് അലൂമിനിയം ഓക്സൈഡ്, ഒരു അലൂമിനിയം സിലിക്കേറ്റ് ഗ്ലാസ് വെയറിലൊക്കെ അലൂമിനിയം ഓക്സൈഡ് ഉണ്ടാവും. സോ ആ ഒരു സ്ട്രെങ്ത്ത്, ഗ്ലാസ്സിന് ഒരു സ്ട്രെങ്ത്തും തെർമൽ സ്റ്റെബിലിറ്റിയും കൊടുക്കുന്നത് അലൂമിനിയം ഓക്സൈഡ് ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കണ്ടന്റ് നോക്കാം. ദാറ്റ് ഈസ് ബോറോൺ ഓക്സൈഡ് എല്ലാ ഗ്ലാസ്സിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ബോറോസിലിക്കേറ്റ് ടൈപ്പ് ഓഫ് ഗ്ലാസ് വെയർ ഇല്ലേ, ബോറോസിലിക്കേറ്റ് ഗ്ലാസ്സസിൽ ബോറോൺ ഓക്സൈഡ് ഉണ്ടാവും. സോ അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഹീറ്റ് ആൻഡ് കെമിക്കൽ റെസിസ്റ്റൻസ്. നമ്മൾ ഈ ഹീറ്റ് അധികം കൊടുത്താലും കെമിക്കൽസ് അത്യാവശ്യം സ്ട്രോങ്ങിൽ ആഡ് ചെയ്താലും ഈ ഒരു ഗ്ലാസ് പൊട്ടിപ്പോകാൻ പാടില്ല. സോ അതാണ് ഹീറ്റ് ആൻഡ് കെമിക്കൽ റെസിസ്റ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അങ്ങനെയുള്ളൊരു പ്രോപ്പർട്ടി ഈ ബോറോസിലിക്കേറ്റ് ഗ്ലാസസിനുണ്ട്. ആ ബോറോൺ ഓക്സൈഡ് ആണ് ആ ഒരു പ്രോപ്പർട്ടി അതിന് കൊടുക്കുന്നത്. പിന്നെ അതേപോലെ ലെഡ് ഓക്സൈഡ് അത് കാണുന്നത് ലെഡ് ഗ്ലാസസിലാണ്. ഈ ലെഡ് ഗ്ലാസസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഗ്ലാസസ് പല ടൈപ്പ് ഗ്ലാസസും. ചിലത് നന്നായിട്ട് ക്ലിയർ ട്രാൻസ്പാരൻറ്റ് ഷൈനി ആയിട്ടുള്ള ഗ്ലാസസ് ആയിരിക്കും. ചിലത് അത്ര ട്രാൻസ്പാരൻറ്റോ അല്ലെങ്കിൽ ആയിട്ടുള്ള ഗ്ലാസസ് ആയിരിക്കില്ല, ക്ലൗഡി ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രാൻസ്ലൂസൻ്റ് ആയിട്ടുള്ള ഗ്ലാസസ് ആയിരിക്കും.
സോ ഈ ലെഡ് ഗ്ലാസ്സസ് എന്ന് പറഞ്ഞാൽ നല്ല ഷൈനി ആയിട്ടുള്ള ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഗ്ലാസ്സസ് ആണ്. സോ ആ ഒരു ട്രാൻസ്പാരൻസി അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂട്ടുക എന്നുള്ളതാണ് ലെഡ് ഓക്സൈഡിൻ്റെ ഫംഗ്ഷൻ. സോ കുറച്ച് നല്ല ഷൈനി ആയിട്ടുള്ള ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഗ്ലാസ്സസ് കിട്ടും. സോ ലെഡ് ഓക്സൈഡിൻ്റെ ഫംഗ്ഷൻ അതാണ്. അപ്പോൾ ഏകദേശം ഇത്രയും കോമ്പണൻസ് ആണ് ഒരു ഗ്ലാസ്സിൽ വരുന്നത്. നമ്മൾ ഏതൊക്കെ പഠിച്ചു? സോഡിയം, സിലിക്ക പഠിച്ചു, അതേപോലെ സോഡ പഠിച്ചു, ലൈമ് പഠിച്ചു, അലൂമിനിയം ഓക്സൈഡ്, ബോറോൺ ഓക്സൈഡ്, ലെഡ് ഓക്സൈഡ്. ഇപ്പോൾ അലൂമിനിയം ഓക്സൈഡും അതുപോലെ ബോറോൺ ഓക്സൈഡൊക്കെ ബോറോസിലിക്കേറ്റ് ഗ്ലാസസിലാണ് കാണുന്നത്, ലെഡ് ഓക്സൈഡൊക്കെ ലെഡ് ഗ്ലാസസിലാണ് കാണുന്നത്. അപ്പോൾ ഓരോന്നിൻ്റെ ഫംഗ്ഷനും ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു ബേസിൽ ചിലപ്പം ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, ഇനി നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ടൈപ്പ് ഓഫ് ഗ്ലാസസ് ആണ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഗ്ലാസ് വെയർ അല്ല, ഏതൊക്കെ ടൈപ്പ് ഗ്ലാസ്സസ് ഉണ്ട് എന്നുള്ളത്. കാരണം എല്ലാ ലാബിൽ യൂസ് ചെയ്യുന്ന എല്ലാ ഗ്ലാസ് വെയറും ഒരേ ടൈപ്പ് ഗ്ലാസ് വെയർ ആയിരിക്കില്ല, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഗ്ലാസ്സസ് തന്നെ ആയിരിക്കും. ഓക്കെ, അതിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സോഡ ലൈം ഗ്ലാസ്സസ് ആണ്. സോഡ ലൈം എന്ന് പറയുമ്പോൾ നമുക്കറിയാം എല്ലാ ഗ്ലാസ്സിലും സിലിക്ക മെയിൻ കമ്പോണൻ്റ് ആയിരിക്കും. പിന്നെ സോഡയും ലൈമുമാണ് അതിൻ്റെ കമ്പോണൻറ്റ് വരുന്നത്. ഓക്കെ, സിലിക്കയും സോഡയും ലൈമുമാണ് ഈ ഒരു സോഡ ലൈം ഗ്ലാസസിൻ്റെ കോമ്പോസിഷനായിട്ട് നമുക്ക് പറയുന്നത്. സോ ഈ ഒരു സോഡ ലൈം ഗ്ലാസസിനെ നമുക്ക് എന്ത് പറയാം? സോഫ്റ്റ് ഗ്ലാസസ് എന്ന് പറയാം. ഇവിടെ ഞാൻ ടേബിളിൽ കൊടുത്തിരിക്കുന്ന ഓരോ പോയിൻറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോഡ ലൈം ഗ്ലാസസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോഫ്റ്റ് ഗ്ലാസസ് എന്ന് പറയുന്നത്. ചിലപ്പം ക്വസ്റ്റ്യൻ ചോദിക്കാട്ടോ സോഫ്റ്റ് ഗ്ലാസ് ഏതാണെന്നുള്ളത്. സോ ഇതൊരു ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഗ്ലാസ്സസ് ആണ്. നമുക്ക് പെട്ടെന്ന് അത്ര വില പിടിപ്പില്ലാത്ത, നമുക്ക് പെട്ടെന്ന് അവൈലബിൾ ആയിട്ടുള്ള ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഗ്ലാസ്സസ് ആണ്. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ വിൻഡോസ്, ബോട്ടിൽസ്, ജാറുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. അപ്പം നമ്മൾ കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്ന ബോട്ടിൽസും ജാറുകളൊക്കെ ഉണ്ടാവില്ല, ഭരണികൾ, അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കുന്നത് ഈ സോഡ ലൈം ഗ്ലാസ്സസ് ആണ്. ഓക്കെ, സോ വിൻഡോസ്, ബോട്ടിൽസ്, ജാർസ് ഒക്കെ ഉണ്ടാക്കാൻ നമുക്ക് സോഡ ലൈം ഗ്ലാസ്സസ് യൂസ് ചെയ്യാൻ പറ്റും. ഏറ്റവും ചീപ്പസ്റ്റ് ഗ്ലാസ്സസ് ആണ് സോഡ ലൈം ഗ്ലാസ്സസ്. സോ അതുകൊണ്ട് ഇത് അത്ര ഹാർഡായിട്ടുള്ള ഗ്ലാസ്സസ് അല്ല, സോഫ്റ്റ് ഗ്ലാസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ഗ്ലാസ്സസ് ആണ് ബോറോസിലിക്കേറ്റ് ഗ്ലാസ്സസ്. ബോറോസിലിക്കേറ്റ് ഗ്ലാസ്സസ് എന്ന് പറയുമ്പോൾ ഈ നമ്മളിപ്പോൾ പറഞ്ഞ സിലിക്കയും സോഡിയം ഓക്സൈഡും അലൂമിനിയം ഓക്സൈഡും ബോറിക് ഓക്സൈഡും ഉണ്ടാവും കേട്ടോ. ബോറിക് ഓക്സൈഡ് ഇതിലുള്ളത് കൊണ്ടാണ് നമ്മളതിനെ ബോറോസിലിക്കേറ്റ് ഗ്ലാസസ് എന്ന് പറയുന്നത്. സോ ഇതൊരു ഹാർഡ് ഗ്ലാസസ് ആണ്. നമ്മൾ സോഡ ലൈം ഗ്ലാസസിനെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാളും കുറച്ചും കൂടി ഹാർഡായിട്ടുള്ള ഗ്ലാസസ് ആണ് ബോറോസിലിക്കേറ്റ് ഗ്ലാസസ് എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ നമ്മൾ ലാബിൽ യൂസ് ചെയ്യുന്നത്, ലാബിലെ ഗ്ലാസ് വെയർ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഈ ഏത് ഗ്ലാസ്സാണ്? ബോറോസിലിക്കേറ്റ്. അത് മറ്റൊരു പോയിൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളടുത്ത് ചോദിക്കുകയാണ് ലാബിലെ ഗ്ലാസ് മെറ്റീരിയൽ നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ഗ്ലാസ് വെയർ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ചോദിച്ചാൽ ദാറ്റ് ഈസ് ബോറോസിലിക്കേറ്റ് ഗ്ലാസസ്. കാരണം അത് കുറച്ചും കൂടി നമ്മൾ നേരത്തെ കണ്ടു, ബോറോൺ ഓക്സൈഡ് തെർമൽ റെസിസ്റ്റൻസും കെമിക്കൽ റെസിസ്റ്റൻസും കൊടുക്കും. സോ ഈ ടൈപ്പ് ഗ്ലാസസ് എന്ന് പറയുന്നത് കുറച്ചും കൂടി തെർമൽ ആൻഡ് കെമിക്കൽ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഗ്ലാസസ് ആയിരിക്കും. സോ അതുകൊണ്ട് കാരണം നമുക്ക് ലാബിൽ നമ്മൾ ഹീറ്റ് ചെയ്യും, കെമിക്കൽസ് അത്യാവശ്യം സ്ട്രോങ്ങുള്ള കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഗ്ലാസ്സസ് വേണം. അതുകൊണ്ടാണ് ബോറോസിലിക്കേറ്റ് ഗ്ലാസ്സസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോഡ ലൈമും കഴിഞ്ഞു, ബോറോസിലിക്കേറ്റ് ഗ്ലാസ്സസും കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഗ്ലാസ്സസ് ആണ് പൈറക്സ് ഗ്ലാസ്സസ്. പൈറക്സ് ഗ്ലാസ്സസ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് അതും ഒരു ബോറോസിലിക്കേറ്റ് ഗ്ലാസ്സസ് തന്നെയാണ്. കാരണം അവിടെയുള്ള സിലിക്ക ഈസ് റീപ്ലേസ്ഡ് വിത്ത് ബോറോൺ ഓക്സൈഡ്. സിലിക്കനെ നമ്മൾ ബോറോൺ ഓക്സൈഡ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാണ്. കുറച്ചും കൂടി ഹീറ്റ് റെസിസ്റ്റൻസ് ആണ്, ഹൈലി ഹീറ്റ് റെസിസ്റ്റൻ്റ് ആണ്. കാരണം ബോറോസിലിക്കേറ്റിനേക്കാളും കുറച്ചും കൂടി ഹീറ്റ് റെസിസ്റ്റൻസ് ആണ് ഈ പൈറസ് ഗ്ലാസസ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഹീറ്റ് ചെയ്താലും അത് ക്രാക്ക് ഒന്നും ചെയ്യില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബോയിലിംഗ് ട്യൂബിൻ്റെ പ്രിപ്പറേഷൻസിനൊക്കെ വേണമെങ്കിൽ പൈറസ് ഗ്ലാസസ് യൂസ് ചെയ്യാം കേട്ടോ. ബോയിലിംഗ് ട്യൂബിൻ്റെ പ്രിപ്പറേഷൻസിനൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഈ ഒരു പൈറക്സ് ഗ്ലാസസ് യൂസ് ചെയ്യാം. കാരണം എന്താണ്, ഹീറ്റ് കൊടുത്താലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, ഇനി അടുത്ത ഗ്ലാസസ് ആണ് കോണിംഗ് ഗ്ലാസസ്. ഈ കോണിംഗ് ഗ്ലാസസും പൈറക്സ്, അതായത് കോറക്സ് ഗ്ലാസസ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. കോറക്സ് ഓർ പൈറക്സ് അതും ഒരു ഹൈ ഗ്രേഡ് ബോറോസിലിക്കേറ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ പൈറക്സ് ഗ്ലാസും കോറക്സ് ഗ്ലാസും ഓർ കോറക്സ് ഗ്ലാസും രണ്ടും എന്താണ്? ബോറോസിലിക്കേറ്റ് ആണ്. ബോറോസിലിക്കേറ്റിൻ്റെ ഒരു വെറൈറ്റിയാണ്. ബോറോസിലിക്കേറ്റിനേക്കാളും കുറച്ചും കൂടി ഹീറ്റ് റെസിസ്റ്റൻസ് ആണ് ആര്? ഈ പൈറക്സ് ഗ്ലാസ്. അതേപോലെ കോണിംഗ് ഓർ കോറക്സ് ഗ്ലാസും
കുറച്ചും കൂടി ഹീറ്റ് റെസിസ്റ്റ് എക്സ്ട്രീം കെമിക്കൽ ആൻഡ് ഹീറ്റ് റെസിസ്റ്റൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഡിസ്റ്റിലേഷൻ അപ്പാരറ്റസിലൊക്കെ ഡിസ്റ്റിലേഷൻ പർപ്പസസിനും അതുപോലെ ഹൈ ടെമ്പറേച്ചർ തെർമോമീറ്റർ, ഇപ്പോൾ തെർമോമീറ്റർ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ റീഡ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ് ആണ് അല്ലേ. സോ ടെമ്പറേച്ചർ നന്നായിട്ട് കൂടിക്കഴിഞ്ഞാൽ അത് ആ ഗ്ലാസ് തെർമോമീറ്റർ എന്ന് പറയുന്ന ആ ഗ്ലാസ് പൊട്ടിപ്പോകാൻ പാടില്ല. അപ്പോൾ ഹൈ ടെമ്പറേച്ചർ തെർമോമീറ്ററിനും ഡിസ്റ്റിലേഷൻ പർപ്പസസിനൊക്കെ നമുക്ക് ഈ കോറെക്സ് ഗ്ലാസ് യൂസ് ചെയ്യാം. അപ്പോൾ ബോറോസിലിക്കേറ്റിൻ്റെ വെറൈറ്റി ആണ് ഈ പൈറക്സും കോണിങ് എന്ന് പഠിച്ചു വെക്കുക. സോ ബോറോസിലിക്കേറ്റിനാണ് കുറച്ചും കൂടി ഹീറ്റ് റെസിസ്റ്റൻസ് കൂടിയതാണ് പൈറക്സ്. സോ അതുകൊണ്ട് അതിന് ബോയിലിംഗ് ട്യൂബിൻ്റെ പ്രിപ്പറേഷനെ യൂസ് ചെയ്യാം. അതിനേക്കാളും ഹീറ്റ് റെസിസ്റ്റൻസ് കൂടിയതാണ് കോറെക്സ്. സോ അതുകൊണ്ട് നമുക്കതിനെ ഡിസ്റ്റിലേഷൻ അപ്പാരറ്റസും ഹൈ ടെമ്പറേച്ചർ തെർമോമീറ്റേഴ്സിനും യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ് ഓഫ് ഗ്ലാസസ് ദാറ്റ് ഈസ് ലോ ആക്ടീനിക് ഗ്ലാസസ്. ലോ ആക്ടീനിക് ഗ്ലാസസ് എന്ന് പറയുന്നത് ഒരു ആംബർ കളർഡ് ഓർ റെഡ് കളേർഡ് ഗ്ലാസസ് ആയിരിക്കും. സോ ഈ ലോ ആക്ടീനിക് ഗ്ലാസസിൽ നമ്മൾ UV ലൈറ്റിനെ പ്രിവെൻറ്റ് ചെയ്യും. കാരണം നമ്മൾ ഈ ലോ ആക്ടീനിക് ഗ്ലാസസ് യൂസ് ചെയ്യുന്നത് ഫോട്ടോ സെൻസിറ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഫോട്ടോ സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ ലൈറ്റിൻ്റെ പ്രസൻസിൽ അത് ചീത്തയായി പോകുന്നു. ലൈറ്റിന് സെൻസിറ്റീവ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഫോട്ടോ സെൻസിറ്റീവ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. സോ അത് നമ്മളൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഗ്ലാസ് കണ്ടെയ്നറിൽ സൂക്ഷിക്കാൻ പറ്റില്ല, കാരണം അതിലൂടെ ലൈറ്റ് കടത്തി വിടും. സോ ഇങ്ങനെ ലോ ആക്ടീനിക് ഗ്ലാസസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതൊരു റെഡ് കളർ ഓർ ആംബർ കളേർഡ് ആയിരിക്കും. സോ ഇതിൽ നമുക്ക് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ലൈറ്റിനെ പ്രിവെൻറ്റ് ചെയ്യും. ലൈറ്റ് ആ ഒരു ഗ്ലാസ്സിനുള്ളിലേക്ക് കടക്കില്ല. അതേപോലെ UV സെൻസിറ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. കാരണം UV ലൈറ്റിനെയും അതെന്ത് ചെയ്യും, പ്രിവെൻറ്റ് ചെയ്യും. ഓക്കെ, സോ ലോ ആക്ടീനിക് ഗ്ലാസസ് എന്ന് പറയുമ്പം UV ലൈറ്റിനെയും പ്രിവെൻറ്റ് ചെയ്യും, കോമൺ ആയിട്ടുള്ള സൺലൈറ്റിനെ അത് പ്രിവെൻറ്റ് ചെയ്യും. സോ അതുകൊണ്ട് തന്നെ ഫോട്ടോ സെൻസിറ്റീവ് ആയിട്ടുള്ള കെമിക്കൽസ് നമുക്ക് ഈ ലോ ആക്ടീനിക് ഗ്ലാസ്സിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഇനി അടുത്ത ഗ്ലാസ്സാണ് കൈമാക്സ് ഗ്ലാസ്. കൈമാക്സ് ഗ്ലാസിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ കെമിക്കൽ റെസിസ്റ്റൻസ്. കൈമാക്സ് ഫോർ കെമിക്കൽ, നല്ല കെമിക്കൽ റെസിസ്റ്റൻസ് ആണ്. അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള കെമിക്കൽസ് ഒക്കെ ആഡ് ചെയ്താലും ആ ഒരു ഗ്ലാസ്സിന് പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കെമിക്കൽ യൂസ് ചെയ്യുന്ന പർപ്പസസിന്, അതായത് ഡയാലിസിസിലും അതുപോലെ കെമിക്കൽ ഡ്രെയിനേജ് പൈപ്പൊക്കെ ഉണ്ടാവില്ലേ, കാരണമൊക്കെ നമ്മൾ കുറേ കെമിക്കൽസ് യൂസ് ചെയ്യുന്നതാണ്. കെമിക്കൽ ഡ്രെയിനേജ് പൈപ്പിലും ഡയാലിസിസ് പർപ്പസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കൈമാക്സ് ഗ്ലാസ് യൂസ് ചെയ്യാൻ പറ്റും, കെമിക്കൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഏരിയയിൽ. ഇനി അടുത്ത ഗ്ലാസ്സാണ് അലൂമിനിയം സിലിക്കേറ്റ് ഗ്ലാസ്. കാരണം ഈ അലൂമിനിയം സിലിക്കേറ്റിൽ അലൂമിനിയം ഓക്സൈഡ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഡ്യൂറബിൾ ആണ്. അലൂമിനിയം സിലിക്കേറ്റ് നമ്മൾ സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതുകൊണ്ട് ബോറോസിലിക്കേറ്റിനേക്കാളും ഡ്യൂറബിളും ഹീറ്റ് റെസിസ്റ്റൻസും ഒക്കെയാണ് ഈ അലൂമിനിയം സിലിക്കേറ്റ്. ഇപ്പോൾ അലൂമിനിയം സിലിക്കേറ്റ് ആണോ ബോറോസിലിക്കേറ്റ് ആണോ ഹീറ്റർ ആൻഡ് കെമിക്കൽ റെസിസ്റ്റൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് അലൂമിനിയം സിലിക്കേറ്റ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഇലക്ട്രോണിക് സർക്യൂട്ടിൽ റെസിസ്റ്റേഴ്സ് ആയിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇലക്ട്രോണിക് സർക്യൂട്ടിൽ റെസിസ്റ്റർ ആയിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ അലൂമിനിയം സിലിക്കേറ്റ് ഗ്ലാസസ് യൂസ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ടൈപ്പ് ഓഫ് ഗ്ലാസസ് എന്ന് പറയുമ്പോൾ അലൂമിനിയം സിലിക്കേറ്റ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്തതാണ് ഫിൻഡ് ഗ്ലാസ്. ഫിൻഡ് ഗ്ലാസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കമ്പോണൻറ്റ് എന്ന് പറയുമ്പോൾ ആൽക്കലി, സിലിക്ക, ലെഡ് ഓക്സൈഡ്. ഒരു ഫിൻഡ് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ നമുക്കതിനെ ലെഡ് ഗ്ലാസ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഫിൻഡ് ഗ്ലാസ് ഈസ് ഓൾസോ കോൾഡ് ലെഡ് ഗ്ലാസ്, കാരണം അതിൽ ലെഡ് ഓക്സൈഡ് ഉള്ളതുകൊണ്ട്. കാരണം ഈ ലെഡ് ഓക്സൈഡ് ഉള്ളതുകൊണ്ട് നമുക്കത് ഈ ഡിസ്പ്ലോസിബിൾ ഗ്ലാസ് വെയർ, ഇലക്ട്രിക്കൽ ബൾബ് അങ്ങനെയുള്ള പർപ്പസസിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഫിൻഡ് ഗ്ലാസ്. കാരണം കുറച്ചും കൂടി ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഗ്ലാസസ് ആണ് ഈ ഫിൻഡ് ഗ്ലാസ് അല്ലെങ്കിൽ ലെഡ് ഓക്സൈഡ് ആഡ് ചെയ്ത ഗ്ലാസസ് എന്ന് പറയുന്നത്. സോ ഇലക്ട്രോണിക് ബൾബസിനും ഡിസ്പോസിബിൾ ഗ്ലാസ് വെയറിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ അടുത്ത ടൈപ്പ് ഓഫ് ലെഡ് ആഡ് ചെയ്ത മറ്റൊരു ടൈപ്പ് ഓഫ് ഗ്ലാസ് ആണ് ഒപ്റ്റിക്കൽ ഗ്ലാസ് എന്ന് പറയുന്നത്. നമുക്കറിയാം ലെഡ് ഓക്സൈഡ് ആഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ലെഡ് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടും, എന്നിട്ട് നല്ല ഷൈനി ആയിട്ടുള്ള ഗ്ലാസ് കിട്ടുമെന്ന് ഞാൻ ഓൾറെഡി മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇതിൽ നമ്മൾ പൊട്ടാഷ്യം ആൻഡ് ലെഡ് സിലിക്കേറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ അത് സോഫ്റ്റ് ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഗ്ലാസ്സസ് ആണ്. അതുകൊണ്ട് നമുക്കത് ഈ ലെൻസും പ്രിസവും ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻസും ഒക്കെ യൂസ് ചെയ്യും, കാരണം നല്ല ക്ലിയർ ആയിട്ടുള്ള ഗ്ലാസ്സസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രിസം ഉണ്ടാക്കാനും ലെൻസസ് ഉണ്ടാക്കാനും ഒപ്റ്റിക്കൽ ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടാക്കാനും നമുക്ക് ഒപ്റ്റിക്കൽ ഗ്ലാസ്സസ് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇനി അടുത്തതാണ് ഫ്യൂസ്ഡ് ക്വാർട്സ് ഗ്ലാസ്. ക്വാർട്സ് ഗ്ലാസ്സും ഉണ്ട്, ഫ്യൂസ്ഡ് ക്വാർട്സ് ഗ്ലാസ്സും ഉണ്ട്. 96% സിലിക്കയുള്ള ഗ്ലാസ്സിനെയാണ് നമ്മൾ ഫ്യൂസ്ഡ് ക്വാർട്സ് ഗ്ലാസ് എന്ന് പറയുന്നത്. സോ നമ്മളത് ഫൈബർ ഒപ്റ്റിക്കും ലാബിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഫ്യൂസ്ഡ് ഗ്ലാസ് എന്ന് ക്വാർട്സ് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ 96% സിലിക്കയാണ്. എന്നാൽ ക്വാർട്സ് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ 99% സിലിക്ക ആയിരിക്കും. സോ നമ്മൾ ഈ സ്പെക്ട്രോ ഫോട്ടോമീറ്റർ ഇല്ലേ, അതിൻ്റെ ക്യുവറ്റൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഒരു ക്വാർട്സ് ഗ്ലാസ് കൊണ്ടാണ്.
കാരണം അത് അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള ഗ്ലാസ് ആണ്. സോ നമ്മൾ കളറിമീറ്ററിലൊക്കെ നമ്മൾ സാധാ ബോറോസിലിക്കേറ്റിൻ്റെ ക്യുവറ്റ്സ് ആണെങ്കിലും ഈ സ്പെക്ട്രോ ഫോട്ടോമീറ്ററിൽ നമുക്ക് ക്യുവറ്റ് ഈ ക്വാർട്സ് ഗ്ലാസ് തന്നെ വേണം. പിന്നെ ക്രൗൺ ഗ്ലാസ് എന്ന് പറയുമ്പോൾ മൈക്രോസ്കോപ്പിക് ലെൻസസ് ഇല്ലേ, മൈക്രോസ്കോപ്പിൻ്റെ ലെൻസൊക്കെ ഉണ്ടാക്കാൻ ഈ ക്രൗൺ ഗ്ലാസ്സസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഗ്ലാസ്സസ് ഡിസ്കസ് ചെയ്തു. സോഡ ലൈം ഗ്ലാസ്സസ്, ബോറോസിലിക്കേറ്റ് ഗ്ലാസ്സസ്, അതുപോലെ തന്നെ പൈറക്സ്, കൈമാക്സ്, കോണിംഗ് ഗ്ലാസ്സസ്, അലൂമിനോസിലിക്കേറ്റ്, ഫിൻഡ് ഗ്ലാസ്സസ്, ഒപ്റ്റിക്കൽ ഗ്ലാസ്സസ്, ക്വാർട്സ് ഗ്ലാസ്, ഫ്യൂസ്ഡ് ക്വാഡ് ഗ്ലാസ്, ക്രൗൺ ഗ്ലാസ്സസ്. സോ ഓരോ ഗ്ലാസും അതിൻ്റെ യൂസസും എന്തായാലും നിങ്ങൾ പഠിച്ചു വെക്കണം. നമുക്ക് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാൻ പോകുന്നത് ലബോറട്ടറി ഗ്ലാസ് വെയേഴ്സിനെ കുറിച്ചാണ്. കാരണം ഇത്രയും നേരം നമ്മൾ ഒരു ഗ്ലാസിൻ്റെ പ്രോപ്പർട്ടി, അതുപോലെ അതിൻ്റെ കോമ്പോസിഷന്, ഡിഫറെൻറ്റ് ഗ്രേഡ്സ് ഓഫ് ഗ്ലാസ്സസ് ഒക്കെയാണ് പറഞ്ഞത്. ഇനി ഗ്ലാസ് വെയറിലേക്ക് വരാം. ഗ്ലാസ് കൊണ്ട് നമ്മളെ ലാബിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഗ്ലാസ് വെയേഴ്സസ് ഉണ്ട് അല്ലേ. സോ ലാബിലെ ഗ്ലാസ് വെയേഴ്സിനെ മെയിൻലി നമുക്ക് 2 ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതിലാണ് ഫസ്റ്റ് വൺ ആണ് വോളിയോമെട്രിക് ഗ്ലാസ് വെയറും, സെക്കൻഡ് വൺ നോൺ വോളിയോമെട്രിക് ഗ്ലാസ് വെയർ. വോളിയോമെട്രിക് ഗ്ലാസ് വെയറും നോൺ വോളിയോമെട്രിക് ഗ്ലാസ് വെയർ. വോളിയോമെട്രിക് ഗ്ലാസ് വെയർ എന്ന് പറഞ്ഞാൽ അത് ക്ലാസ് എ ടൈപ്പ് ഓഫ് ഗ്ലാസ് വെയർ ആണ്. ലാബിലുള്ള വോളിയോമെട്രിക് ഗ്ലാസ് വെയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്ലാസ് എ ഗ്ലാസ് വെയർ എന്ന് പറയുന്നത്. എന്നാൽ നോൺ വോളിയോമെട്രിക് ഗ്ലാസ് വെയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്ലാസ് ബി ഗ്ലാസ് വെയർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലാസ് എ ഗ്ലാസ് വെയറും ക്ലാസ് ബി ഗ്ലാസ് വെയറും, ദാറ്റ് ഈസ് വോളിയോമെട്രിക് ഗ്ലാസ് വെയറും നോൺ വോളിയോമെട്രിക് ഗ്ലാസ് വെയറും. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ഫസ്റ്റ് വൺ, വോളിയോമെട്രിക് ഗ്ലാസ് വെയർ. വോളിയോമെട്രിക് ഗ്ലാസ് വെയർ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ദാറ്റ് ഈസ് ക്ലാസ് എ ഗ്ലാസ് വെയർ ആണ്. നമ്മൾ എന്തിനാണ് അത് യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, യൂസ് ടു ഡെലിവർ ഓർ ട്രാൻസ്ഫർ എക്സാക്റ്റ് വോളിയം ഓഫ് ലിക്വിഡ്. നമുക്ക് ലാബിൽ ഇത്ര വോളിയം ഒരു 20 ml അളന്നെടുക്കണം, ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ട് ഒരു 20 ml എടുക്കണം, അല്ലെങ്കിൽ ഒരു 10 ml അളന്നെടുക്കണം. ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ വോളിയോമെട്രിക് ഗ്ലാസ് വെയർ, നമുക്ക് എക്സാക്റ്റ് ഇത്ര വോളിയം നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വോളിയോമെട്രിക് ഗ്ലാസ് വെയർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഒരു ഗ്ലാസ് വെയർ എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള വോളിയോമെട്രിക് ഗ്ലാസ് വെയർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഗ്രാജുവേറ്റഡ് ആൻഡ് കാലിബ്രേറ്റഡ് ആയിരിക്കും. അതായത് നമുക്ക് കൃത്യമായിട്ട് ആ ഒരു ഗ്ലാസ് വെയറിൽ മാർക്കിംഗ്, ഗ്രാജുവേറ്റഡ് എന്ന് പറഞ്ഞാൽ മാർക്കിംഗ്, ഇപ്പോൾ ഒരു 20 ml നമുക്ക് അളന്നെടുക്കണമെങ്കിൽ 20 ml മാർക്കിംഗ് അവിടെ വേണമല്ലേ, അല്ലെങ്കിൽ 10 ml വേണമെങ്കിൽ 10 ml മാർക്കിംഗ് ഉണ്ടായാൽ മാത്രമേ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. സോ മെഷറിംഗ് പർപ്പസസിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്ലാസ് വെയർ ആണ് വോളിയോമെട്രിക് ഗ്ലാസ് വെയർ. സോ അതുകൊണ്ട് തന്നെ അത് ഗ്രാജുവേറ്റഡ് ആയിരിക്കണം, കാലിബ്രേറ്റഡും ആയിരിക്കണം. കാരണം നമ്മൾ 20 ml എഴുതി വെച്ചിട്ടുണ്ട് അതിൽ, പക്ഷേ നമ്മളത് കാലിബ്രേറ്റ് ചെയ്യുന്നില്ല നമ്മളത് പ്രോപ്പറായിട്ട് കാലിബ്രേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്കറിയോ അത് 20 ml തന്നെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടോയെന്ന് ഇല്ല. സോ അതുകൊണ്ട് പ്രോപ്പർലി അത് ഗ്രാജുവേറ്റഡും കാലിബ്രേറ്റഡും ആയിരിക്കണം. സോ നമ്മളത് യൂസ് ചെയ്യുന്നത് മെഷറിങ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു, ലിക്വിഡ്സ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ വോളിയോമെട്രിക് ഗ്ലാസ് വെയർ ആയിക്കോട്ടെ നോൺ വോളിയോമെട്രിക് ഗ്ലാസ് വെയർ ആയിക്കോട്ടെ, നമ്മളത് ലാബിലുള്ള ഗ്ലാസ് വെയർ അധികം ബോറോസിലിക്കേറ്റ് ടൈപ്പ് ഓഫ് ഗ്ലാസ് വെയർ ആയിരിക്കും. നമ്മൾ ഓൾറെഡി അത് പറഞ്ഞതാണ്, ദാറ്റ് ഈസ് ബോറോസിലിക്കേറ്റ് ഗ്ലാസ് വെയർ ആണ് എന്നുള്ളത്. ഓക്കെ, ഗ്രാജുവേറ്റഡ് ആണ്, കാലിബ്രേറ്റഡ് ആണ്, ലിക്വിഡ് മെഷർ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത് ബോറോസ്. ഏതൊക്കെയാണ് വോളിയോമെട്രിക് ഗ്ലാസ് വെയർ, ഇത് നമ്മൾ പഠിച്ചു വെക്കണം കേട്ടോ. കാരണം ഈ 1, 2, 3, 4 ഈ 4 ഗ്ലാസ് വെയർ പഠിച്ചു വെച്ചാൽ ബാക്കിയുള്ളത് നോൺ വോളിയോമെട്രിക് ആണെന്ന് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, ഏതൊക്കെയാണ് വോളിയോമെട്രിക് ആയിട്ടുള്ളത്, പിപ്പറ്റ്സ്, ബ്യൂററ്റ്സ്, മെഷറിംഗ് സിലിണ്ടർ, സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക്. ഇത്രയും ഉള്ളത് എന്താണ്, വോളിയോമെട്രിക് ഗ്ലാസ് വെയർ ആണ്. ഏതൊക്കെയാണ്, യെസ്, ഫസ്റ്റ് വൺ പിപ്പറ്റ്, എനിക്കിവിടെ കാണാം പിപ്പറ്റ് ഉണ്ട്, അതേപോലെ തന്നെ ബ്യൂററ്റ്, മെഷറിംഗ് സിലിണ്ടർ, വോളിയോമെട്രിക് ഫ്ലാസ്ക്. ഇത്രയും എന്താണ് വോളിയോമെട്രിക് ആയിട്ടുള്ള ഗ്ലാസ് വെയർ ആണ്. വോളിയോമെട്രിക് ഗ്ലാസ് വെയർ എന്ന് പറയുമ്പോൾ നമ്മളൊരു എക്സാക്റ്റ് വോളിയം മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വോളിയോമെട്രിക് ഗ്ലാസ് വെയർ യൂസ് ചെയ്യുന്നത്. പിപ്പറ്റും ബ്യൂറേറ്റും മെഷറിംഗ് സിലിണ്ടറും വോളിയോമെട്രിക് ഫ്ലാസ്കും എല്ലാം വോളിയോമെട്രിക് ടൈപ്പ് ഓഫ് ഗ്ലാസ് വെയർ ആണ്. ബോറോസിലിക്കേറ്റ് ഗ്ലാസ് വെയർ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ ഗ്രാജുവേഷൻ നിങ്ങൾക്ക് പിക്ചറിൽ നോക്കിയാൽ കാണാം, അതിൽ ഗ്രാജുവേഷൻസ് മാർക്കിങ് ഉണ്ടാവും എന്നുള്ളത്. ഓക്കെ, ഇനി അടുത്തതാണ് നോൺ വോളിയോമെട്രിക് ഗ്ലാസ് വെയർ. നോൺ വോളിയോമെട്രിക് ഗ്ലാസ് വെയർ എന്ന് പറയുമ്പോൾ
ദാറ്റ് ഈസ് നമ്മളത് ജസ്റ്റ് മിക്സിങ് ആൻഡ് ട്രാൻസ്ഫർ പർപ്പസിനായി യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ബീക്കറൊക്കെ നമ്മളതിൽ മിക്സ് ചെയ്യാൻ വേണ്ടി കോണിക്കൽ ഫ്ലാസ്ക് ബീക്കറൊക്കെ നമ്മൾ കൃത്യം മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് അധികം യൂസ് ചെയ്യാറില്ല അല്ലേ. കൃത്യമായിട്ടുള്ള വോളിയം മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടില്ല, നമ്മൾ മിക്സിങ് പർപ്പസസിനും അല്ലെങ്കിൽ ഇപ്പോൾ പാസ്റ്റർ പിപ്പറ്റൊക്കെ ആണെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാം ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു ബീക്കറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ മിക്സ് ചെയ്യാൻ ട്രാൻസ്ഫർ പർപ്പസസിന് യൂസ് ചെയ്യുന്ന ഗ്ലാസ് വെയർസിനെയാണ് നമ്മൾ നോൺ വോളിമെട്രിക് ഗ്ലാസ് വെയർ ഒരു ക്ലാസ് ബി ഗ്ലാസ് വെയർ എന്ന് പറയുന്നത്. സോ ഇത് അത്ര ആക്യുറേറ്റ് ആയിട്ടുള്ളതല്ല, കാരണം വോളിമെട്രിക് ഗ്ലാസ് വെയർ എന്ന് പറയുമ്പോൾ ആക്യുറേറ്റ് ആയിട്ടുള്ള ഗ്ലാസ് വെയർ ആണ്. പക്ഷേ ഇത് അത്ര ആക്യുറേറ്റ് ആയിട്ടുള്ളതല്ല, ചിലപ്പം ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം എന്നുമില്ല. സോ ഏതൊക്കെയാണ്? യെസ്, ഫ്ലാസ്കസ്, ഇപ്പോൾ കോണിക്കൽ ഫ്ലാസ്കസ്, റൗണ്ട് ബോട്ടം ഓർ ഫ്ലാറ്റ് ബോട്ടം ഗ്ലാസസ്, ബീക്കർ, ടെസ്റ്റ് ട്യൂബ്, ഫണൽ, സെൻട്രിഫ്യൂജ് ട്യൂബ്, പാസ്റ്റർ പിപ്പറ്റ്, ഇതെല്ലാം എന്താണ്? നോൺ വോളിമെട്രിക് ഗ്ലാസ് വെയർ. ആ 4 വോളിമെട്രിക് ഏതാണെന്ന് പഠിച്ചു വെച്ചാൽ ബാക്കിയുള്ളത് നോൺ വോളിമെട്രിക് ഗ്ലാസ് വെയർ ആണെന്ന് പഠിച്ചാൽ മതി. ദാറ്റ് ഈസ് ഗ്ലാസ് ബി ഗ്ലാസ് വെയർ ആണ്. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള 2 കാര്യങ്ങൾ പഠിച്ചു, വോളിമെട്രിക് ഗ്ലാസ് വെയറും നോൺ വോളിമെട്രിക് ഗ്ലാസ് വെയർ. ഈ വോളിമെട്രിക് ഗ്ലാസ് വെയറിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് പിപ്പറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി നമുക്ക് നോക്കാനുള്ളത് ദാറ്റ് ഈസ് പിപ്പറ്റിനെ കുറിച്ചാണ്. ഓക്കെ, പിപ്പറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിന് യൂസ് ചെയ്യുന്നതാണ്? യെസ്, ട്രാൻസ്ഫർ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു വോളിയം മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഗ്ലാസ് വെയർ ആണ് പിപ്പറ്റ് എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പിപ്പറ്റ്സ് നമ്മൾ ലാബിൽ യൂസ് ചെയ്യുന്നുണ്ട്. സോ അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ ദാറ്റ് ഈസ് വോളിയോമെട്രിക് പിപ്പറ്റ്സ്. പിപ്പറ്റ് ഓൾറെഡി നമുക്ക് കാണാം, ഇതാ പിക്ചറിൽ കാണാൻ പറ്റും. ഇതാണ് ഇവിടെ ഗ്രാജുവേറ്റഡ് പിപ്പറ്റും അതുപോലെ തന്നെ വലിയ പിപ്പറ്റൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് പിപ്പറ്റ് എന്ന് പറയുന്നത് അല്ലേ. സോ ഈ ഒരു പിപ്പറ്റ് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പിപ്പറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് വോളിയോമെട്രിക് പിപ്പറ്റ്സ് എന്ന് പറയുന്നത്. വോളിയോമെട്രിക് പിപ്പറ്റ്സ് എന്ന് പറയുന്നത് ആസ് ഇറ്റ് ഈസ് യൂസ്ഡ് ട്രാൻസ്ഫർ എ ഫിക്സ്ഡ് വോളിയം, ഒരു ഫിക്സ്ഡ് വോളിയം ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വോളിയോമെട്രിക് പിപ്പറ്റ്സ് യൂസ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് പിക്ചറിൽ കാണാം, ഇതാണ് വോളിയോമെട്രിക് പിപ്പറ്റ്സ് എന്ന് പറയുന്നത്. വോളിയോമെട്രിക് പിപ്പറ്റ്സ്, ഈ വോളിയോമെട്രിക് പിപ്പറ്റ്സ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ ഇത് മാർക്കിംഗ് കാണുന്നില്ല, ഒരൊറ്റ മാർക്കിംഗ് 25 ഒരൊറ്റ മാർക്കിംഗ് ആണ് കാണുന്നത്. ഈ 25 മൈക്രോലിറ്ററിൻ്റെ അല്ലെങ്കിൽ 25 ml ഒരു സിംഗിൾ മാർക്കിംഗ് ആയിരിക്കും ഈ വോളിയോമെട്രിക് പിപ്പറ്റ്സിൽ ഉണ്ടാവുക. കാരണം നമുക്കിപ്പോൾ ഒരു 20 ml പിപ്പറ്റ് എടുത്തിട്ട് അല്ലെങ്കിൽ 25 മൈക്രോലിറ്ററിൻ്റെ പിപ്പറ്റ് എടുത്തിട്ട് അത് മാത്രമേ ആ ഒരു പിപ്പറ്റ് കൊണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആ പിപ്പറ്റ് യൂസ് ചെയ്തിട്ട് 10 ml അല്ലെങ്കിൽ 5 ml ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. കാരണം ഒരൊറ്റ മാർക്കിംഗ്, സിംഗിൾ മാർക്കിംഗ് മാത്രമേ അല്ലെങ്കിൽ സിംഗിൾ ഗ്രാജുവേഷൻസ് മാത്രമേ ആ ഒരു പിപ്പറ്റിൽ ഉണ്ടാവുള്ളൂ. ആ ടൈപ്പ് ഓഫ് ഗ്ലാസ് വെയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യെസ്, വോളിയോമെട്രിക് ഗ്ലാസ് വെയർ. ഒരു ഫിക്സ്ഡ് വോളിയം മാത്രമേ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇത് ഹാസ് എ ബൾബ്. നിങ്ങൾ പിക്ചറിൽ നോക്കിക്കേ, ഇവിടെ എന്ത് കാണുന്നുണ്ട് ഇല്ലേ? സെൻറ്ററിൽ ഒരു ബൾബ് കാണാൻ പറ്റും അല്ലേ? വോളിയോമെട്രിക് പിപ്പറ്റിൻ്റെ സെൻറ്ററിൽ ഒരു ബൾബ് കാണാൻ പറ്റും. അതേപോലെ തന്നെ യെസ്, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ. നമുക്കൊരു സ്റ്റാൻഡേർഡ് സൊല്യൂഷൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ വോളിയോമെട്രിക് പിപ്പറ്റ്സ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, വോളിയോമെട്രിക് പിപ്പറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരു ഫിക്സ്ഡ് വോളിയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ആ പിപ്പറ്റ്സിൻ്റെ സെൻറ്ററിൽ ഒരു ബൾബ് ഉണ്ടാവും, ഒരൊറ്റ മാർക്കിങ്ങേ അതിലുണ്ടാവുള്ളൂ. സ്റ്റാൻഡേർഡ് സൊല്യൂഷൻസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു പിപ്പറ്റ്സ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി രണ്ടാമത്തെ പിപ്പറ്റാണ് മെഷറിംഗ് പിപ്പറ്റ് എന്ന് പറയുന്നത്. മെഷറിംഗ് പിപ്പറ്റ് ഓർ ഗ്രാജുവേറ്റഡ് പിപ്പറ്റ് എന്ന് പറയും. ഗ്രാജുവേറ്റഡ് പിപ്പറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് യൂസ് ടു ട്രാൻസ്ഫർ ഫ്രാക്ഷൻസ് ഓഫ് വോളിയം. ഇപ്പം നിങ്ങളിവിടെ 2 പിപ്പറ്റ് കാണാം, ദാറ്റ് ഈസ് മോർ പിപ്പറ്റ് ആൻഡ് സെറോളജിക്കൽ പിപ്പറ്റ്. മോർ പിപ്പറ്റും കാണാൻ പറ്റും, അതുപോലെ തന്നെ സെറോളജിക്കൽ പിപ്പറ്റ്സും കാണാൻ പറ്റും അല്ലേ. രണ്ടിലും ഗ്രാജുവേഷൻസ്, ഫ്രാക്ഷൻസ് ഓഫ് മൊത്തത്തിൽ മാർക്കിങ് കാണാൻ പറ്റും. ഇപ്പോൾ 1 ml, 2 ml, 3 ml, 4 ml എന്ന് പറഞ്ഞാൽ ഓരോന്നിൻ്റെ മാർക്കിങ്. അപ്പോൾ നമുക്ക് 1 ml അത് യൂസ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യാം, 2 ml ഫ്രാക്ഷൻസ് ഓഫ് വോളിയം നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. 1 ml, 2 ml, 3 ml, 4 ml ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ അങ്ങനെ വോളിയോമെട്രിക് പിപ്പറ്റ്സ് യൂസ് ചെയ്ത് അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതൊരു 20 ml പിപ്പറ്റ് ആണെങ്കിൽ 20 ml മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പക്ഷേ മെഷറിംഗ് പിപ്പറ്റ് ഓർ ഗ്രാജുവേഷൻ പിപ്പറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്രാക്ഷൻസ് ഓഫ് വോളിയം ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. 2 ടൈപ്പ് ഓഫ് മെയിൻലി വരുന്നുണ്ട്, ദാറ്റ് ഈസ് മോർ പിപ്പറ്റും വരുന്നുണ്ട്, അതുപോലെ സെറോളജിക്കൽ പിപ്പറ്റും വരുന്നുണ്ട്. ഇതിൽ രണ്ടിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെറോളജിക്കൽ പിപ്പറ്റിൽ ടിപ്പ് വരെ മാർക്കിംഗ് ഉണ്ടാവും. സോ
ടിപ്പ് വരെ മാർക്കിംഗ് ഉണ്ടാവും. ഇപ്പോൾ 10 ml പിപ്പറ്റാണെങ്കിൽ നമ്മൾ 10 ml ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഇതിലുള്ള മുഴുവനും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. മുഴുവനായിട്ടും ആ ഒരു 10 ml പിപ്പറ്റിൽ മുഴുവനായിട്ടുള്ള ആ ഒരു 10 ലിക്വിഡ്സും നമ്മൾ ട്രാൻസ്ഫർ ചെയ്താൽ മാത്രമേ അത് 10 ml ആവുള്ളൂ. പക്ഷേ നിങ്ങൾ മോർ പിപ്പറ്റിലേക്ക് നോക്കിക്കേ, മോർ പിപ്പറ്റിൽ ടിപ്പ് വരെ മാർക്കിംഗ് ഇല്ല. ടിപ്പിൻ്റെ മുകളിൽ ഇവിടെയാണ് 10 ml മാർക്കിംഗ് വരുന്നത്. സോ നമ്മൾ അതിൽ ലിക്വിഡ് എടുത്തിട്ട് ഈ ഒരു 10 ml വരെ നമ്മളത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള ഇവിടെയുള്ള ലിക്വിഡ് നമ്മൾ ഒരിക്കലും ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല. ഇവിടെ വരെ ട്രാൻസ്ഫർ ചെയ്താൽ മാത്രമേ ഈ 10 ml ആ ഒരു മാർക്കിംഗ് വരെ ട്രാൻസ്ഫർ ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റ് 10 ml ആവുള്ളൂ. സോ അതാണ് മോർ പിപ്പറ്റ്. മോർ പിപ്പറ്റിൽ എന്ന് പറഞ്ഞാൽ ടിപ്പ് വരെ മാർക്കിംഗ് ഇല്ല. സെറോളജിക്കൽ പിപ്പറ്റിൽ ടിപ്പ് വരെ മാർക്കിംഗ് ഉണ്ടാവും. സോ മുഴുവനായിട്ടുള്ള ലിക്വിഡും നമ്മളത് ട്രാൻസ്ഫർ ചെയ്യണം. എന്നാൽ മോർ പിപ്പറ്റിൽ ആ 10 ml വരെയുള്ള മാർക്കിംഗ് വരെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ, മുഴുവനായിട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പക്ഷേ ഇത് രണ്ടും എന്താണ് ഗ്രാജുവേറ്റഡ് ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ മെഷറിംഗ് പിപ്പറ്റായതിൻ്റെ എക്സാമ്പിൾ ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, സോ 2 പിപ്പറ്റ്സും നമ്മൾ കഴിഞ്ഞു. ഗ്രാജുവേറ്റഡ് പിപ്പറ്റ്സും കഴിഞ്ഞു, അതേപോലെ തന്നെ വോളിയോമെട്രിക് പിപ്പറ്റ്സും കഴിഞ്ഞു. ഇനി നമുക്ക് ഏത് പിപ്പറ്റാണ് നോക്കാനുള്ളത്. ഇനി മറ്റൊരു ക്ലാസിഫിക്കേഷനാണ് ഈ ടു കണ്ടെയ്ൻ പിപ്പറ്റും ടു ഡെലിവർ പിപ്പറ്റും എന്ന് പറയുന്നത്. ടു കണ്ടെയ്ൻ ആൻഡ് ടു ഡെലിവർ, TC ആൻഡ് TD. TC എന്ന് പറഞ്ഞാൽ ടു കണ്ടെയ്ൻ പിപ്പറ്റ്. ടു കണ്ടെയ്ൻ പിപ്പറ്റ് എന്ന് പറഞ്ഞാൽ ടു കണ്ടെയ്ൻ ലിക്വിഡ് റിക്വയർ കംപ്ലീറ്റ് റിൻസിങ് ഒന്നുമില്ല. ടു കണ്ടെയ്ൻ പിപ്പറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു നമ്മൾ ഒരു 20 മൈക്രോലിറ്ററിൻ്റെ പിപ്പറ്റ് ആണെങ്കിൽ നമുക്ക് അതിലേക്ക് പിപ്പറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിലേക്ക് നമ്മൾ ആ ലിക്വിഡിനെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൽ 20 മൈക്രോലിറ്റർ ഉണ്ടെന്ന് പറയാം. ആ പിപ്പറ്റിൽ 20 മൈക്രോലിറ്റർ ഉണ്ട്. പക്ഷേ അത് കൃത്യമായിട്ട് നമ്മൾ വേറൊരു പാത്രത്തിൽ അല്ലെങ്കിൽ ഡെലിവർ ചെയ്യുമ്പോൾ ബീക്കറിലേക്ക് ഡെലിവർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ടെസ്റ്റ് ട്യൂബിലേക്ക് ഡെലിവർ ചെയ്യുമ്പോൾ ആ 20 മൈക്രോലിറ്റർ തന്നെ ഡെലിവർ ആവണം എന്നില്ല. ഓക്കെ, 20 മൈക്രോലിറ്റർ നമ്മൾ എടുത്തു, പക്ഷേ ഡെലിവർ ചെയ്യുന്ന സമയത്ത് ആ 20 മൈക്രോലിറ്റർ തന്നെ ഡെലിവർ ചെയ്യണം എന്നില്ല. പക്ഷെ അതിൽ 20 മൈക്രോലിറ്റർ ഉണ്ട് എന്ന് നമുക്ക് പറയാം. പക്ഷേ എക്സാക്റ്റ് 20 മൈക്രോലിറ്റർ ചിലപ്പോൾ അത് ഡെലിവർ ചെയ്യണം എന്നില്ല. അതിനെയാണ് ടു കണ്ടെയ്ൻ. അതിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് ഡെലിവർ ചെയ്യണം എന്നില്ല. സോ ഇപ്പോൾ സാലീസ് പിപ്പറ്റ്, ഇപ്പോൾ ഹീമോഗ്ലോബിൻ പിപ്പറ്റ്, സാലീസ് പിപ്പറ്റ് 20 മൈക്രോലിറ്ററിൻ്റെ സാലീസ് പിപ്പറ്റ് ഇല്ലേ, അത് ഒരു ടു കണ്ടെയ്ൻ പിപ്പറ്റാണ്. പക്ഷെ അത് ഡെലിവർ ചെയ്യുമ്പോൾ ചിലപ്പോൾ 20 മൈക്രോലിറ്റർ തന്നെ ഡെലിവർ ചെയ്യണം എന്നില്ല. ഓക്കെ, ദാറ്റ് ഈസ് ടു കണ്ടെയ്ൻ പിപ്പറ്റ് എന്ന് പറയുന്നത്. ടു ഡെലിവർ പിപ്പറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ടു ഡെലിവർ എ ലിക്വിഡ് ഇൻ ഗ്രാജുവേറ്റഡ് ഇൻ യൂണിറ്റ് ദാറ്റ് ഈസ് ക്ലാസ് A സർട്ടിഫൈഡ്. അതായത് ടു ഡെലിവർ എന്ന് പറഞ്ഞാൽ എക്സാക്റ്റ് ആയിട്ട് എത്ര വോളിയം ആ പിപ്പറ്റിലുണ്ടോ അത് എക്സാക്റ്റ് ആയിട്ട് അത് ഡെലിവർ ചെയ്യുന്നേ ചെയ്യും. ഇപ്പോൾ നമ്മൾ വോളിമെട്രിക് പിപ്പറ്റ്സ് ആയിക്കോട്ടെ, മോർ പിപ്പറ്റ്സ്, ഇതൊക്കെ എന്താണ് ടു ഡെലിവർ പിപ്പറ്റാണ്. കാരണം എക്സാക്റ്റ് ആ ഒരു വോളിയം തന്നെ അത് എന്ത് ചെയ്യുന്നുണ്ട്, ഡെലിവറി ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് ടു ഡെലിവർ പിപ്പറ്റാണ് എന്ന് പറയാം. പക്ഷേ ടു കണ്ടെയ്ൻ ആകുമ്പോൾ എക്സാക്റ്റ് ആ വോളിയം ഡെലിവറി ചെയ്യുന്നില്ല എന്നുള്ളത്. ഓക്കെ, ഇനി സോ ഇതിന് എക്സാമ്പിളായിട്ട് നമുക്ക് വോളിയോമെട്രിക് പിപ്പറ്റ്സ് ഒക്കെ പറയാം കേട്ടോ, വോളിയോമെട്രിക് പിപ്പറ്റ്സ്. ഇനി അടുത്തത് ബ്ലോ ഔട്ട് പിപ്പറ്റ്. മറ്റൊരു ക്ലാസിഫിക്കേഷനാണ് ബ്ലോ ഔട്ട് പിപ്പറ്റും നോൺ ബ്ലോ ഔട്ട് പിപ്പറ്റും. ബ്ലോ ഔട്ട് പിപ്പറ്റ് എന്ന് പറഞ്ഞാൽ ഫൈനൽ ഡ്രോപ്പ് മസ്റ്റ് ബി ബ്ലോ ഔട്ട്. അതായത് നമ്മൾ ലാസ്റ്റത്തെ ഡ്രോപ്പ് നമുക്ക് സാധാരണ ഒരു പിപ്പറ്റ് നമ്മൾ പിപ്പറ്റ് ചെയ്യുന്ന സമയത്ത് ഗ്രാവിറ്റിക്ക് അനുസരിച്ച് അത് ഇതായി പോയിക്കോളും, ട്രാൻസ്ഫർ ചെയ്തോളും. പക്ഷേ നമ്മൾ എക്സ്ട്രാ പ്രഷർ കൊടുത്ത് അതിനെ ബ്ലോ ഔട്ട് ചെയ്യിപ്പിക്കേണ്ട ടൈപ്പ് ഓഫ് പിപ്പറ്റിനെയാണ് ബ്ലോ ഔട്ട് പിപ്പറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഫൈനൽ ഡ്രോപ്പ് നമ്മൾ ബ്ലോ ഔട്ട് ചെയ്യിപ്പിക്കേണ്ടി വരും. സോ അതിനെ നമുക്ക് എന്ത് പറയാം, ബ്ലോ ഔട്ട് പിപ്പറ്റ് എന്ന് പറയാം. നോൺ ബ്ലോ ഔട്ട് പിപ്പറ്റ് എന്ന് പറഞ്ഞാൽ നോ നീഡ് ടു ബ്ലോ ഔട്ട്. നമ്മളത് ബ്ലോ ഔട്ട് ചെയ്യേണ്ട, അത് ഫ്രീലി എന്തായും ബൈ ഗ്രാവിറ്റി അത് ഡെലിവർ ചെയ്തോളും, ബ്ലോ ഔട്ട് ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ല. അതിനെയാണ് നോൺ ബ്ലോ ഔട്ട് പിപ്പറ്റ് എന്ന് പറയുന്നത്. സോ ഈ ബ്ലോ ഔട്ട് പിപ്പറ്റിന് എക്സാമ്പിൾസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളുടെ നമ്മൾ നേരത്തെ പറഞ്ഞ സെറോളജിക്കൽ പിപ്പറ്റ് ഒരു ബ്ലോ ഔട്ട് പിപ്പറ്റാണ്. സെറോളജിക്കൽ പിപ്പറ്റ് ഒരു ബ്ലോ ഔട്ട് പിപ്പറ്റാണ്. ഇപ്പോൾ നോൺ ബ്ലോ ഔട്ട് ആണെങ്കിൽ ഇപ്പോൾ വോളിയോമെട്രിക് പിപ്പറ്റ്, മോർ പിപ്പറ്റ്, ഇതെല്ലാം നോൺ ബ്ലോ ഔട്ട് പിപ്പറ്റിന് എക്സാമ്പിളാണ്. ഇനി തോമ പിപ്പറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡൈലൂഷൻ പർപ്പസസിനൊക്കെ യൂസ് ചെയ്യുന്ന പിപ്പറ്റാണ് ഈ തോമ പിപ്പറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ RBC, WBC പിപ്പറ്റൊക്കെ ഈ തോമ പിപ്പറ്റ് എന്നുള്ള കാറ്റഗറിയിൽ നമുക്ക് പറയാം. സോ നമ്മൾ ആ പിപ്പറ്റ് എന്നുള്ള ക്ലാസിഫിക്കേഷൻ ഇവിടെ കവർ ചെയ്തു അല്ലേ. വോളിയോമെട്രിക് പിപ്പറ്റ്സും മെഷറിംഗ് പിപ്പറ്റ്സും കണ്ടെയ്ൻ പിപ്പറ്റ് ടു ഡെലിവർ ഏതാണ്, ബ്ലോ ഔട്ട് പിപ്പറ്റ് ഏതൊക്കെയാണ്, നോൺ ബ്ലോ ഔട്ട് പിപ്പറ്റ് ഏതൊക്കെയാണ്, തോമ പിപ്പറ്റ് ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്.
സോ അതിൻ്റെ പിക്ചേഴ്സും കൂടി നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ വോളിമെട്രിക് പിപ്പറ്റ്സിൻ്റെ പിക്ചർ കണ്ടു, അതുപോലെ സെറോളജിക്കൽ പിപ്പറ്റിൻ്റെയും മോർ പിപ്പറ്റിൻ്റെയും പിക്ചർ നമ്മളിവിടെ കണ്ടു. ഇനി നമുക്ക് നോക്കാനുള്ളത് നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പിപ്പറ്റ്. നമ്മളൊരു പിപ്പറ്റ് ചെയ്യുമ്പോൾ ഒരു ടെസ്റ്റ് ട്യൂബ് എന്നായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ബീക്കർ എന്നായിക്കോട്ടെ ഒരു ലിക്വിഡ് പിപ്പറ്റ് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ആ പിപ്പറ്റിങ്ങിനെ എഫക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് ചോദിക്കുക, അല്ലെങ്കിൽ ട്രൂ ഓർ ഫാൾസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ, ഡെൻസിറ്റി, ഏത് ആംഗിളിലാണ് നമ്മൾ പിപ്പറ്റ് ചെയ്യുന്നത്, അതിൻ്റെ വിസ്കോസിറ്റി, ആ ഫ്ലൂയിഡിൻ്റെ വിസ്കോസിറ്റി, ടെമ്പറേച്ചർ, ഡെൻസിറ്റി, ആംഗിൾ ഓഫ് പിപ്പറ്റ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പിപ്പറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ആ ഒരു പിപ്പറ്റിങ്ങിന് ഇത്രയും കാര്യങ്ങൾ എഫക്റ്റ് ചെയ്യും. ഇപ്പം നമ്മൾ ആംഗിൾ ഓഫ് പിപ്പറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ പിപ്പറ്റ് ചെയ്ത് മറ്റൊന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം അല്ലേ. ഒരു ബീക്കറിന് ആസ്പിറേറ്റ് ചെയ്ത് മറ്റൊരു ബീക്കറിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ആസ്പിറേറ്റ് ചെയ്യുമ്പം നമ്മൾ 90 ഡിഗ്രിയിലായിരിക്കണം ആസ്പിറേറ്റ് ചെയ്യുന്നത്. ആ പിപ്പറ്റ് പിടിച്ചിരിക്കേണ്ടത് 90 ഡിഗ്രിയിലായിരിക്കണം. എന്നാൽ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമ്മളതൊരു 30 to 45 ഡിഗ്രിയിലായിരിക്കണം ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. സോ ആസ്പിറേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ 90 ഡിഗ്രിയിൽ ആസ്പിറേറ്റ് ചെയ്തിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഒരു 45 ഡിഗ്രിയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അത് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ആ ഒരു പോയിന്റും കൂടി നോട്ട് ചെയ്ത് വെക്കണം, ചിലപ്പം ചോദിക്കാം. സോ പിപ്പറ്റിങ്ങിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് ടെമ്പറേച്ചറും ഡെൻസിറ്റിയും ആംഗിൾ ഓഫ് പിപ്പറ്റിങ്ങും വിസ്കോസിറ്റി, ആ ഫ്ലൂയിഡിൻ്റെ വിസ്കോസിറ്റി എന്നുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ദാറ്റ് ഈസ് മെഷറിംഗ് സിലിണ്ടർ. ഓൾറെഡി നമ്മൾ പറഞ്ഞു വോളിമെട്രിക് ആയിട്ടുള്ള ഗ്ലാസ് വെയർ എന്ന് പറയുമ്പോൾ പിപ്പറ്റ്സും അതുപോലെ ബ്യൂററ്റ്സും മെഷറിംഗ് സിലിണ്ടറും സ്റ്റാൻഡേർഡ് ഫ്ലാസ്കും ആയിരുന്നു അല്ലേ. ഇനി അടുത്തത് മെഷറിംഗ് സിലിണ്ടർ എന്ന് പറയുമ്പോൾ നമ്മളത് യൂസ് ചെയ്യുന്നത് ലാർജ് വോളിയൂംസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിപ്പറ്റൊക്കെ നമുക്ക് 20 ml 20 മൈക്രോലിറ്റർ അങ്ങനെ സ്മോൾ വോളിയൂംസ് മെഷർ ചെയ്യാനായിരിക്കും നമ്മൾ പിപ്പറ്റ് യൂസ് ചെയ്യുക. അപ്പോൾ ലാർജ് വോളിയം മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബീക്കർ അല്ല യൂസ് ചെയ്യാറുള്ളത്, മെഷറിംഗ് സിലിണ്ടറാണ്. അതേപോലെ തന്നെ ഇപ്പോൾ 24 hour യൂറിൻസ് ഒക്കെ അല്ലെങ്കിൽ റിയേജൻസ് കെമിക്കൽസ് ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മെഷറിംഗ് സിലിണ്ടർ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഡൈല്യൂഷൻ ഓഫ് ആസിഡ് ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരിക്കലും മെഷറിംഗ് സിലിണ്ടർ യൂസ് ചെയ്യരുത് എന്നുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റും കൂടി നമ്മളിവിടെ പഠിക്കുന്നുണ്ട് കേട്ടോ. മെഷറിംഗ് സിലിണ്ടറിൻ്റെ പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മെഷറിംഗ് സിലിണ്ടർ എന്ന് പറയുന്നത് നമ്മൾ എന്താണ്, നിങ്ങൾക്കിവിടെ കാണാം ഗ്രാജുവേറ്റഡ് ആയിട്ടുള്ള സിലിണ്ടറാണ്. ഇത് നമ്മൾ ലാർജ് വോളിയൂംസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ 24 hour യൂറിൻസ് ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ മെഷറിംഗ് സിലിണ്ടർ യൂസ് ചെയ്യാം. പക്ഷേ ആസിഡ് ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും മെഷറിംഗ് സിലിണ്ടർ യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സിംഗിൾ മാർക്കിംഗ് ആയിരിക്കും ഉണ്ടാവുക ഇവിടെ. സോ ഇപ്പോൾ 100 ml സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് ആണെങ്കിൽ ഇവിടെ 100 ml ഒരു സിംഗിൾ മാർക്കിംഗ് ആയിരിക്കും ഉണ്ടാവുക. സോ 100 സ്റ്റാൻഡേർഡ് സൊല്യൂഷൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത്, അപ്പോൾ ഏകദേശം നമുക്ക് വോളിയോമെട്രിക് ആയിട്ടുള്ള ഗ്ലാസ് വെയർസ് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് പറയാനുള്ളത് കാലിബ്രേഷൻ, നമ്മുടെ സിലബസിലെ കാലിബ്രേഷൻ ഓഫ് ഗ്ലാസ് വെയർ എന്നുള്ളതാണ്. കാലിബ്രേഷൻ എന്നുള്ള ഏരിയയാണ്. കാരണം എല്ലാ ഗ്ലാസ് വെയറും ഇപ്പോൾ നമ്മൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്റ്റാൻഡേർഡ് ടെക്നോളജിൻ്റെ യൂസ് ചെയ്തിട്ട് നമ്മളത് കാലിബ്രേറ്റ് ചെയ്യേണ്ടതാണ്. നമ്മൾ 20 മൈക്രോലിറ്റർ അല്ലെങ്കിൽ 20 ml ഉള്ള ഒരു പിപ്പറ്റ് 20 ml തന്നെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു എന്ന് അറിയില്ലല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ ഗ്ലാസ് വെയറും നമ്മൾ എന്ത് ചെയ്യേണ്ടി വേണം, എല്ലാ വോളിയോമെട്രിക് ഗ്ലാസ് വെയറും അത് ശ്രദ്ധിക്കുക. നോൺ വോളിയോമെട്രിക് അല്ല, എല്ലാ വോളിയോമെട്രിക്. കാരണം മറ്റേ നോൺ വോളിയോമെട്രിക് ഗ്ലാസ് വെയർ ജസ്റ്റ് നമ്മൾ മിക്സിങ് ഒരു ട്രാൻസ്ഫറിങ് പർപ്പസസിനല്ലേ യൂസ് ചെയ്യുന്നത്. വോളിയം മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ മെഷറിംഗ് പർപ്പസിന് യൂസ് ചെയ്യുന്നത് വോളിയോമെട്രിക് ഗ്ലാസ് വെയർ ആണ്. സോ അതുകൊണ്ട് എല്ലാ വോളിയോമെട്രിക് ഗ്ലാസ് വെയറും നമ്മൾ എന്തായാലും കാലിബ്രേറ്റ് ചെയ്യേണ്ടതുണ്ട്. സോ ഇവിടെ നമ്മൾ കാലിബ്രേറ്റ് ചെയ്യേണ്ട ടെമ്പറേച്ചർ എത്രയാണെന്ന് ചോദിച്ചാൽ കാലിബ്രേഷൻ ടിപ്പിക്കലി നമ്മൾ ഡൺ ചെയ്യുന്നത് 20 ഡിഗ്രി സെൽഷ്യസിലാണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. 20 ഡിഗ്രി സെൽഷ്യസിലാണ് നമുക്ക് അധികം ഗ്ലാസ് വെയറിൻ്റെ മുകളിൽ ഉണ്ടാവും 20 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളത്. അത് കാലിബ്രേഷൻ ടെമ്പറേച്ചർ ആണ് മെൻഷൻ ചെയ്യുന്നത് കേട്ടോ. ഗ്ലാസ് വെയറിൻ്റെ മുകളിലുള്ള ആ ടെമ്പറേച്ചർ എന്ന് ഉദ്ദേശിക്കുന്നത്. സോ 20 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മളത് കാലിബ്രേറ്റ് ചെയ്യുന്നത്. കാലിബ്രേഷൻ മെത്തേഡ്, ഇപ്പോൾ കാലിബ്രേഷൻ പിപ്പറ്റ് കാലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിഫറെൻറ്റ് മെത്തേഡ്സ്, ഞാൻ ഓരോ മെത്തേഡും എക്സ്പ്ലെയിൻ ചെയ്യുന്നൊന്നുമില്ല, ജസ്റ്റ് ഏതൊക്കെ മെത്തേഡാണ് എന്നുള്ളത് ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്.
ഫസ്റ്റ് വൺ ഗ്രാവിമെട്രിക് മെത്തേഡ്. ഈ ഗ്രാവിമെട്രിക് മെത്തേഡാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന, ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് ഈ ഗ്രാവിമെട്രിക് മെത്തേഡ് എന്ന് പറയുന്നത്. സോ അവിടെ വാട്ടറിൻ്റെ ഡെൻസിറ്റിയും ടെമ്പറേച്ചറും ബേസ്ഡ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു മെത്തേഡ് ചെയ്യുന്നത്. ശരിക്കും വാട്ടറും നമ്മൾ വോളിയം മെഷർ ചെയ്തിട്ട് നമ്മളതിൻ്റെ വെയിറ്റ് മെഷർ ചെയ്തിട്ടൊക്കെയാണ് ഈ ഒരു മെത്തേഡ് ചെയ്യുന്നത്. ഗ്രാവിമെട്രിക് മെത്തേഡാണ് കോമൺ മെത്തേഡ്. വാട്ടറിൻ്റെ ഡെൻസിറ്റിയും അതുപോലെ തന്നെ ടെമ്പറേച്ചറും ബേസ്ഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡിൽ കാലിബ്രേറ്റ് ചെയ്യുന്നത്. മറ്റൊരു മെത്തേഡാണ് കളറിമെട്രിക് മെത്തേഡ്. കളറിമെട്രിക് മെത്തേഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പാരാനൈട്രോഫിനോളും NaOH ആണ്. പാരാനൈട്രോഫിനോളും NaOH യൂസ് ചെയ്തിട്ടാണ് ഈ കളറിമെട്രിക് മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, കാലിബ്രേറ്റ് ചെയ്യുന്നത്. മൈക്രോ പിപ്പറ്റിന് നമ്മൾ അധികം യൂസ് ചെയ്യുന്നത് ഈ ഒരു കളറിമെട്രിക് മെത്തേഡാണ്. പിന്നെ റേഡിയോ ഐസോട്ടോപ്പ് ഡയലൂഷൻ മെത്തേഡ്, അതാണ് ശരിക്കും ആക്യുറേറ്റ് ആയിട്ടുള്ള മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് റേഡിയോ ഐസോട്ടോപ്പ് ആണ്. കോമൺ ആയിട്ട് ചെയ്യുന്ന മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചാൽ ഗ്രാവിമെട്രിക് മെത്തേഡാണ്. മൈക്രോ പിപ്പറ്റിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് എന്ന് വെച്ചാൽ നമുക്ക് കളറിമെട്രിക് മെത്തേഡും പറയാം. സോ 3 മെത്തേഡും അതിൻ്റെ ജസ്റ്റ് പർപ്പസും നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഇപ്പോൾ ഈ ഗ്രാവിമെട്രിക് മെത്തേഡിൽ നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യാമെന്ന്, അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ട് 1-2 പോയിന്റും കൂടി പറയാം. ഈ ഗ്രാവിമെട്രിക് മെത്തേഡിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ടെമ്പറേച്ചറും ഡെൻസിറ്റി ബേസ്ഡ് ആയിട്ടാണ് നമ്മളത് ചെയ്യുന്നത് എന്നുള്ളത്. സോ അതിൻ്റെ ആക്യുറസി എന്ന് പറയുന്നത് 99ൻ്റെയും 101ൻ്റെയും ഇടയിലായിരിക്കണം. പ്രോപ്പറായിട്ട് കാലിബ്രേഷൻ ആണ് എന്ന് പറയണമെങ്കിൽ അതിൻ്റെ ആക്യുറസി 99ൻ്റെയും 101 അതിൻ്റെ ഇടയിലായിരിക്കണം അതിൻ്റെ ആക്യുറസി എന്ന് പറയുന്നത്. അതുപോലെ CV എന്ന് പറയുന്നത് <1 ആയിരിക്കണം. കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ എന്ന് പറയുന്നത് <1 ആയിരിക്കണം. സോ കാലിബ്രേഷന് ശേഷമാണ് ഈ ക്ലാസ് A എന്നുള്ള സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് കേട്ടോ. സോ ക്ലാസ് A ക്ലാസ് വെയർ ഏതായിരുന്നു, വോളിയോമെട്രിക് ഗ്ലാസ് വെയർ, അതാണ് കാലിബ്രേറ്റ് ചെയ്യേണ്ടത്. സോ 1-2 പോയിന്റ് കൂടി ആഡ് ചെയ്തു എന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ക്ലീനിങ് ഓഫ് ഗ്ലാസ് വെയർ എന്നുള്ള ഏരിയ ആണ്. ഗ്ലാസ് വെയർ നമ്മൾ ഇത് നമ്മൾ സിലബസിലുള്ള അല്ലെങ്കിൽ നമ്മൾ മൊഡ്യൂളിലുള്ള ഒരു ഏരിയ ആണ്. ക്ലീനിങ് ഓഫ് ഗ്ലാസ് വെയർ എന്ന് പറയുമ്പോൾ അതിൽ ഫസ്റ്റ് വണ് നമ്മൾ ന്യൂ ഗ്ലാസ് വെയർ, നമ്മൾ ലാബിലേക്ക് ഒരു പുതിയ ഗ്ലാസ് വെയർ എത്തിയാൽ അതെങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത്. പുതിയ ഗ്ലാസ് വെയർ നമ്മൾ HCl, ഇവിടെ 5% HCl എന്നാണ് കൊടുത്തിരിക്കുന്നത്. അധികം ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ 1% HCl എന്നായിരിക്കും കാണാൻ പറ്റുക. അപ്പോൾ HCl യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിലുള്ള ആൽക്കലി കണ്ടൻറ്റ് അല്ലെങ്കിൽ ഫംഗൽ കണ്ടാമിനേഷൻസ് റിമൂവ് ചെയ്യണം. ഒന്നുമില്ല, നമ്മൾ ഗ്ലാസ് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആസിഡ് യൂസ് ചെയ്തിട്ട് അതിനെ വാഷ് ചെയ്യണം. അതിന് യൂസ് ചെയ്യുന്നത് HCl ആണ്. 1% or 5% HCl യൂസ് ചെയ്ത് നമ്മൾ ആ പുതിയ ഗ്ലാസ് വെയറിനെ നമ്മൾ എന്ത് ചെയ്യണം, വാഷ് ചെയ്യണം. അതെന്തിനാണ് വാഷ് ചെയ്യുന്നത് ചോദിച്ചാൽ ഓൾറെഡി ഈ ഗ്ലാസ് വെയറിലുള്ള ആ ആൽക്കലൈൻ കണ്ടൻറ്റ് റിമൂവ് ചെയ്യാനും അതുപോലെ ഫംഗൽ കണ്ടാമിനേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഈ ഒരു HCl യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യുന്നത്. അപ്പോൾ ന്യൂ ഗ്ലാസ് വെയർ വാഷ് ചെയ്യണം എന്നുള്ളതും എന്തിനാണ് വാഷ് ചെയ്യേണ്ടതെന്നുള്ളതും ആ 2 പോയിന്റ് എന്തായാലും പഠിച്ചു വെക്കുക. ഇനി നമുക്ക് റുട്ടീനായിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു ഗ്ലാസ് വെയർ, ഇപ്പം നമ്മളൊരു ലാബിൽ ഒരു ടെസ്റ്റ് ട്യൂബ് അല്ലെങ്കിൽ ലാബിൽ ഒരു ടെസ്റ്റ് കഴിഞ്ഞാൽ ആ ഗ്ലാസ് വെയർസ് എങ്ങനെയാണ് വാഷ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, അതിനെ റണ്ണിങ് ടാപ്പ് വാട്ടറിൽ വാഷ് ചെയ്യാം. റണ്ണിങ് ടാപ്പ് വാട്ടറിൽ ആദ്യം നമ്മൾ അതിനെ വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഡിറ്റർജൻറ്റ് 2% ഡിറ്റർജൻറ്റ് അല്ലെങ്കിൽ സോപ്പ് സൊല്യൂഷൻസ് ഒരു 1 to 2 hour നമ്മൾ അതിൽ സോക്ക് ചെയ്ത് വെക്കുക. ഈ ഗ്ലാസ് വെയറിനെ ആദ്യം വാട്ടറിൽ വാഷ് ചെയ്തു, പിന്നെ നമ്മൾ ഡിറ്റർജൻറ്റിൽ അതിനെ ഒരു 1 to 2 hour സോക്ക് ചെയ്ത് വെച്ചു. അതിനുശേഷം ഇപ്പോൾ ഗ്ലാസ് വെയറിൽ നമ്മൾ പല ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും, പല കറകളും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ടാവും അല്ലേ. നമ്മൾ അതിനെ ഒരു ജെൻറ്റിലായിട്ടുള്ള ഒരു സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ട് സ്ക്രബ് ചെയ്യുക അണ്ടർ റണ്ണിങ് ടാപ്പ് വാട്ടറിൻ്റെ അണ്ടറിൽ വെച്ചിട്ട് നമ്മൾ ആ ഒരു ഗ്ലാസ് വെയർസിനെ ഒരു സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ട് സ്ക്രബ് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, റണ്ണിങ് ടാപ്പ് വാട്ടറാണ് ലാസ്റ്റ് യൂസ് ചെയ്ത്. സോ അതിനുശേഷം നമ്മൾ ഡീഅയണൈസ്ഡോ അല്ലെങ്കിൽ ഡബിൾ ഡിസ്റ്റിൽ വാട്ടറോ യൂസ് ചെയ്തിട്ട് 3 പ്രാവശ്യം അതിനെ വാഷ് ചെയ്യണം. കാരണം പിന്നെ വീണ്ടും നമ്മളിതിനെ ടെസ്റ്റ് ചെയ്യാനുള്ളതാണ്. സോ നമ്മൾ അതിലുള്ള ബാക്കിയുള്ള കണ്ടൻസും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡീഅയണൈസ്ഡ് ഡിസ്റ്റിൽഡ് വാട്ടറിൽ വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഡ്രൈ ചെയ്യാൻ പാടുള്ളൂ. ഒന്നെങ്കിൽ നമുക്ക് എയർ ഡ്രൈ ചെയ്യാം, അല്ലെങ്കിൽ നമുക്കതിന് എന്ത് ചെയ്യാം, ഓവനിൽ ഡ്രൈ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് റുട്ടീൻ പർപ്പസ്. ആദ്യം നമ്മൾ റണ്ണിങ് ടാപ്പ് വാട്ടറിൽ വാഷ് ചെയ്തു, അതിനുശേഷം ഡിറ്റർജൻറ്റിൽ സോക്ക് ചെയ്ത് വെച്ചു, അതിനുശേഷം സ്ക്രബ്ബർ യൂസ് ചെയ്ത് റണ്ണിങ് ടാപ്പ് വാട്ടറിൻ്റെ അണ്ടറിൽ സ്ക്രബ് ചെയ്തു, പിന്നെ നമ്മൾ ഡബിൾ ഡിസ്റ്റിൽ വാട്ടറിൽ അല്ലെങ്കിൽ ഡീഅയണൈസ്ഡ് വാട്ടറിൽ റിൻസ് ചെയ്തിട്ട് എയർ ഡ്രൈ ചെയ്യുക, അല്ലെങ്കിൽ ഓവനിൽ നമുക്ക് ഡ്രൈ ചെയ്യുകയോ ചെയ്യാൻ പറ്റും. സോ ഇനി നമുക്ക് ക്ലീനിങ് പർപ്പസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റൊരു സൊല്യൂഷനാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ഏരിയയാണ് ഈ ക്രോമിക് ആസിഡ് ക്ലീനിങ് അല്ലെങ്കിൽ ക്രോമിക് ആസിഡ് സൊല്യൂഷൻ എന്ന് പറയും. നമ്മൾ യൂണിവേഴ്സൽ ക്ലീനിങ് സൊല്യൂഷൻ എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം. സോ ഈ ഒരു സൊല്യൂഷൻ ഗ്ലാസ് വെയർ ക്ലീൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന
ഒരു സൊല്യൂഷനാണ്. ഇതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് പൊട്ടാഷ്യം, പേരിൽ തന്നെ ഉണ്ട് ക്രോമിക് ആസിഡ്, പൊട്ടാഷ്യം ഡ്രൈക്രോമേറ്റ്. ആസിഡ് ഉണ്ട് അല്ലേ, ഏത് ടൈപ്പ് ഓഫ് ആസിഡ് ആണുള്ളത്? സൾഫ്യൂരിക് ആസിഡ്, ദെൻ വാട്ടർ. ക്രോമിക് ആസിഡ്, പൊട്ടാഷ്യം ഡ്രൈക്രോമേറ്റ്, സൾഫ്യൂരിക് ആസിഡും വാട്ടറും ആണ് ഇതിൻ്റെ ബേസിക് കമ്പോണൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. സോ ഇത് ചിലപ്പം ചോദിക്കാം, അതിൻ്റെ കമ്പോണൻറ്റ് ഏത് ആസിഡാണ്, HCl ആണോ അതിൽ ആഡ് ചെയ്തത്, സൾഫ്യൂരിക് ആസിഡ് ആണോ എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. സോ ഇതിനെ നമ്മൾ യൂണിവേഴ്സൽ ക്ലീനിങ് സൊല്യൂഷൻ എന്ന് പറയും. സോ നമ്മളിത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മളൊരു ഗ്ലാസ് വെയറിലുള്ള ഓർഗാനിക് മാറ്റർ റിമൂവ് ചെയ്യാം. അപ്പോൾ ഡേർട്ടി ആയിട്ടുള്ള ഗ്ലാസ് വെയർസ് ഒക്കെ ആണെങ്കിൽ നമുക്കതിലുള്ള യൂറിൻ, സ്റ്റൂളൊക്കെയുള്ള അങ്ങനത്തെ ഗ്ലാസ് വെയർസിനെ നമ്മൾ ഓർഗാനിക് മാറ്റേഴ്സിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ക്രോമിക് ആസിഡ് ക്ലീനിങ് സൊല്യൂഷൻസ് യൂസ് ചെയ്യുന്നത്. ഓർത്ത് വെക്കുക, ഓർഗാനിക് മാറ്റേഴ്സ് ഗ്ലാസ് വെയർസിന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്രോമിക് ആസിഡ് ക്ലീനിങ് സൊല്യൂഷൻസ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇത് നമ്മൾ ക്യുവറ്റ്സ് ക്ലീൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. ആ ഒരു പോയിന്റ് നിങ്ങൾ നോട്ട് വെക്കേണ്ടതുണ്ട്. ക്യുവറ്റ്സ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്രോമിക് ആസിഡ് സൊല്യൂഷൻസ് യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. ഓക്കെ, പിന്നെ നമ്മൾ എത്ര ടൈം ഈ ക്രോമിക് ആസിഡ് സൊല്യൂഷന് ഡിപ്പ് ചെയ്ത് വെക്കണം എന്നുള്ളത് അതിലുള്ള ഡേർട്സ് എത്രത്തോളം ഓർഗാനിക് മാറ്റർ ഉണ്ട് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ ഈ ഒരു ക്രോമിക് ആസിഡ് സൊല്യൂഷൻസ് ഗ്രീൻ കളർ ആയി കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഡിസ്കാർഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇനി ഇപ്പോൾ ക്രോമിക് ആസിഡ് സൊല്യൂഷനും റൂട്ടീൻ ആയിട്ടുള്ള ക്ലീനിങ്ങും അല്ലാണ്ട് പിന്നെ നമ്മൾ സ്പെഷ്യലായിട്ട് ഏതെങ്കിലും ക്ലീനിങ് സൊല്യൂഷൻസ് യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, അതാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ പെർമാഗ്നേറ്റിൻ്റെ സ്റ്റെയിനൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതിന് ഓക്സാലിക് ആസിഡ് യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. അയൺ സ്റ്റെയിനൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതിന് 50% HCl യൂസ് ചെയ്തിട്ട് നമുക്കതിനെ ക്ലീൻ ചെയ്യാം. ഇപ്പോൾ നെസ്ലേഴ്സ് റിയേജനിലൊക്കെ അയഡിൻ സ്റ്റെയിൻസ് ഉണ്ടാവും, അത് നമ്മൾ നൈട്രിക് ആസിഡ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യാറുള്ളത്, ക്ലീൻ ചെയ്യാറുള്ളത്. നെക്സ്റ്റ് ഗ്രീസ് നമുക്ക് ഇപ്പോൾ അസറ്റോണും ഈതറും അതേപോലെ ഹോട്ട് സോഡിയം കാർബണേറ്റും ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഗ്രീസ് ഉണ്ടാവില്ല, ഇപ്പോൾ ഗ്ലാസ് വേസിലുള്ള ഗ്രീസൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലീൻ ചെയ്യാൻ പറ്റും. അതുപോലെ ഇപ്പോൾ ബ്ലഡ് ക്ലോട്ട് ഒക്കെ ഉണ്ട്, ഇപ്പോൾ ബ്ലഡ് പിപ്പറ്റ്സിലൊക്കെ ബ്ലഡ് ക്ലോട്ട്സ് ഒക്കെ ഉണ്ടാവില്ല, അത് നമുക്ക് ഹൈഡ്രജൻ പെറോക്സൈഡും അസറ്റോൺ ആൽക്കഹോൾ ഇത്രയും കാര്യങ്ങൾ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബ്ലഡ് ക്ലോട്ടുകളൊക്കെ അല്ലെങ്കിൽ ബ്ലഡ് പിപ്പറ്റിലുള്ള ബ്ലഡ് ക്ലോട്ടൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ സിലിക്കോൺ ഗ്രീസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് സൾഫ്യൂരിക് ആസിഡ് യൂസ് ചെയ്യാം. ക്യുവറ്റ്സ് ആണെങ്കിൽ ഇപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലോ ക്യുവറ്റ്സിൽ ക്രോമിക് ആസിഡ് സൊല്യൂഷൻ യൂസ് ചെയ്യില്ല എന്നുള്ളത്, അതിന് നമുക്ക് HCl, എത്തനോൾ, വാട്ടറിൻ്റെ മിക്സ്ചർ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലീൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഹീമോസൈറ്റോമീറ്റർ ആണെങ്കിൽ 2% സോഡിയം കാർബണേറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോന്നും ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ചിലപ്പം ഓരോ ഹീമോസൈറ്റോമീറ്റർ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഏതാണ് യൂസ് ചെയ്യുക, ബ്ലഡ് ക്ലോട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ഏതാണ് യൂസ് ചെയ്യാന്ന് ചിലപ്പം ചോദിക്കാം, ക്യുവറ്റ്സിൻ്റെ ഒക്കെ. അപ്പോൾ എല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ആസിഡ് വാഷിംഗ്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ന്യൂ ഗ്ലാസ് വെയർ ജസ്റ്റ് HCl വാഷ് ചെയ്യണമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ നമ്മൾ മിനറൽ എസ്റ്റിമേഷൻ ചെയ്യണമെങ്കിൽ ആദ്യം ഗ്ലാസ് വെയർ എന്ത് ചെയ്യണം, ആസിഡിൽ വാഷ് ചെയ്യേണ്ടതുണ്ട്. മിനറൽ ഓർ മെറ്റൽ എസ്റ്റിമേഷൻ ആണ് പറയുന്നതെങ്കിൽ മെറ്റൽ അയോൺ, അങ്ങനെയും ക്വസ്റ്റ്യൻ വരാം കേട്ടോ. ഇപ്പോൾ മെറ്റൽ അയോണിൻ്റെ എസ്റ്റിമേഷൻ അല്ലെങ്കിൽ മിനറൽ എസ്റ്റിമേഷന് വേണ്ടിയിട്ട് നമ്മൾ ഗ്ലാസ് വെയർ ആസിഡിൽ വാഷ് ചെയ്യണം. അതായത് ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ സാധാരണ റുട്ടീൻ ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷം ആസിഡിൽ വാഷ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഡിഅയണൈസ്ഡ് വാഷ് യൂസ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, വാഷ് ചെയ്യേണ്ടതായിട്ട് വരും. സോ ഈ ഒരു ഗ്ലാസ് വെയർ നമ്മൾ 10% നൈട്രിക് ആസിഡിലോ ഹൈഡ്രോക്ലോറിക് ആസിഡിലോ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വാഷ് ചെയ്യേണ്ടത് കേട്ടോ. നമ്മൾ ആസിഡ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് HCl യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നൈട്രിക് ആസിഡോ ഈ മിനറൽ എസ്റ്റിമേഷന് വേണ്ടിയിട്ടുള്ള ആസിഡ് വാഷിങ്ങിൽ പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ഇപ്പോൾ ഓൾറെഡി റുട്ടീൻ ക്ലീനിങ് പറഞ്ഞു, സ്പെഷ്യൽ ക്ലീനിങ് പറഞ്ഞു, ക്രോമിക് ആസിഡ്. ഇനി മൈക്രോബയോളജിയിൽ നമ്മൾ ഗ്ലാസ് വെയർ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുക? കാരണം മൈക്രോബയോളജിയിൽ യൂസ് ചെയ്യുന്ന ഗ്ലാസ് വെയർ എന്ന് പറയുമ്പോൾ നമുക്കതിൽ ബാക്ടീരിയാസിൻ്റെ കൾച്ചറും അതേപോലെ കണ്ടാമിനൻസും കാര്യങ്ങളും കൂടുതലായിട്ടുണ്ടാവും അല്ലേ, ഓർഗാനിസംസ് ഉണ്ടാവാം. ഇപ്പോൾ ഫംഗൽ കൾച്ചർ ആയിരിക്കും അല്ലെങ്കിൽ ബാക്ടീരിയൽ കൾച്ചർ ആയിരിക്കും. അത് സാധാരണ ഇപ്പോൾ ബയോകെമിസ്ട്രിയിലുള്ള ഗ്ലാസ് വെയർ ക്ലീൻ ചെയ്യുമ്പോൾ ക്ലീൻ ചെയ്യാൻ പറ്റില്ല. സോ അതിന് നമ്മളിപ്പോൾ കൾച്ചർ പ്ലേറ്റ് ആയിക്കോട്ടെ, ട്യൂബ് ആയിക്കോട്ടെ, നമ്മൾ ആദ്യം അതിൽ പാത്തോജൻസ് ഉണ്ടാവാം. അതിന് നമ്മൾ ആദ്യം എന്തെങ്കിലും ഡീകണ്ടാമിനേഷൻ ചെയ്യണം, ആ പാത്തോജനെ റിമൂവ് ചെയ്യണം. അതാണ് ഫസ്റ്റ് പർപ്പസ്. ക്ലീൻ ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മൾ അതിനെന്ത് ചെയ്യണം, അതിൻ്റെ പാത്തോജനിസിറ്റി കുറച്ചിട്ട് അല്ലെങ്കിൽ ഡീകണ്ടാമിനേറ്റ് ചെയ്യണം. ഡീകണ്ടാമിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ഇപ്പോൾ കൾച്ചർ പ്ലേറ്റും അതുപോലെ ട്യൂബും ഒക്കെ ആണെങ്കിൽ നമുക്കതിനെ ഓട്ടോക്ലേവ് ചെയ്യാം.
ഇപ്പോൾ കൾച്ചർ ട്യൂബും കൾച്ചർ പ്ലേറ്റും ഒക്കെ നമ്മൾ ആദ്യം ഡിസ്കാർഡ് ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, അതിന് ഓട്ടോക്ലേവ് ചെയ്തതിന് ശേഷം മാത്രമേ ആ കൾച്ചർ മെറ്റീരിയലിനെ ഡിസ്കാർഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സ്ലൈഡുകളാണ്, ഇപ്പോൾ നമ്മൾ സ്മിയർ ചെയ്ത സ്ലൈഡുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 10% ഹൈപ്പോക്ലോറൈറ്റിൽ ഇട്ട് വെച്ചാൽ മതി. നമ്മൾ എന്ത് ചെയ്യേണ്ട, ഓട്ടോക്ലേവ് വേണ്ട ആവശ്യമില്ല. കൾച്ചർ പ്ലേറ്റും കൾച്ചർ ട്യൂബും നമ്മൾ ഓട്ടോക്ലേവിൽ ഇട്ട് ഡീകണ്ടാമിനേറ്റ് ചെയ്യുക. ഇപ്പോൾ സ്ലൈഡുകളൊക്കെ നമ്മൾ 10% ഹൈപ്പോക്ലോറൈറ്റിലും ഇട്ടിട്ട് എന്ത് ചെയ്യുക, ഡീകണ്ടാമിനേറ്റ് ചെയ്യുക. അതിനുശേഷമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലീനിങ് പർപ്പസുകൾ ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യും, അതിലുള്ള കൾച്ചർ മെറ്റീരിയലിനെ സ്ക്രബ് ഒഴിവാക്കി കളഞ്ഞു. ഓൾറെഡി ഡീകണ്ടാമിനേറ്റ് ചെയ്തു, പിന്നെ അതിലുള്ള കൾച്ചർ മെറ്റീരിയലിനെ നമ്മൾ എന്ത് ചെയ്തു, സ്ക്രബ് ചെയ്ത് കളഞ്ഞു. പിന്നെ ഡിറ്റർജൻറ്റിൽ സോക്ക് ചെയ്തു, ടാപ്പ് വാട്ടറിൽ വാഷ് ചെയ്തു, ഡിസ്റ്റിൽഡ് വാട്ടർ ഡിയാനൈസ്ഡ് വാട്ടറിൽ നമ്മൾ വാഷ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. മറ്റേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സെയിം ആഫ്റ്റർ ഡീകണ്ടാമിനേഷന് ശേഷം നമ്മൾ റുട്ടീൻ ക്ലീനിങ് പ്രോസസ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയുമാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ആ ഒരു മൊഡ്യൂൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. സോ ഇതിൻ്റെ നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഇത് റിലേറ്റഡ് ഈ മൊഡ്യൂളിലുള്ള PYQs പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സോ ഇത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ, ഇതുപോലെയുള്ള വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. താങ്ക് യു.